സ്നേഹിച്ചവരാണെങ്കിലും അവിടെ പരസ്പരം സഹായിക്കാൻ കഴിയില്ല. എനിക്ക് പോലും നിന്നെ സഹായിക്കാൻ കഴിയില്ല. മഹാനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആയിഷ റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, നബിയെ, ഒന്നാമത്തെ സ്ഥലമേതാ? അത് വിചാരണ നടക്കുന്ന വേള. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആയിഷ റളിയല്ലാഹു തആല അൻഹ സ്വഹാബത്തിനോട് പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ ആരെയെങ്കിലും മൻ ഹൂസിബ യൗമൽ ഖിയാമ, ആരെയെങ്കിലും പടച്ചവൻ നാളെ വിചാരണ ചെയ്യാൻ വേണ്ടി പിടിച്ചു കഴിഞ്ഞാൽ അവൻ നശിച്ചത് തന്നെ, അവന് നരകം നിർബന്ധമാണെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാളെ പടച്ചവൻ ആരെയെങ്കിലും വിചാരണ ചെയ്യാൻ വേണ്ടി പിടിച്ച, എന്റെ മുന്നിലിരിക്കുന്ന നിങ്ങളെ ആരെങ്കിലും നാളെ അള്ളാഹു ഹിസാബ് ചെയ്യാൻ വേണ്ടി വിളിച്ചു കഴിഞ്ഞാൽ, എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനമായി. പിന്നെ നിങ്ങൾക്ക് സ്വർഗത്തിൽ കടക്കാൻ കഴിയില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, രക്ഷപ്പെടാൻ വല്ല വഴിയുമുണ്ടോ? അല്ലാഹുവിന്റെ പ്രവാചകനോട് സഹാബത്ത് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അന്നത്തെ ദിവസം ജനങ്ങൾക്ക് വല്ല പരിഗണനയുമുണ്ടോ? ആ ദിവസത്തിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അതാ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, വഅദനാ റബ്ബി അയ്യദ്ഖുലൽ ജന്നത മിൻ ഉമ്മതി 70,000 ലാ ഹിസാബ അലൈഹിം വലാ അദാബാ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, സഹാബത്തേ, പടച്ചവൻ എന്നോട് വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്, പടച്ചവൻ എന്നോട് പറഞ്ഞിരിക്കുകയാ, എന്റെ സമുദായത്തിൽ നിന്ന് 70,000 പേരുണ്ടല്ലോ, അവര് നാളെ ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക് കടക്കുമെന്ന് പടച്ചവൻ എന്നോട് പറഞ്ഞെന്ന് പ്രവാചകൻ പറയുമ്പോൾ സഹാബത്ത് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അങ്ങയുടെ സമുദായത്തിൽ നിന്ന് 70,000 പേരെ സ്വർഗത്തിൽ കടക്കുമോ എന്ന് ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, സഹാബാ, മഅ കുല്ലി അൽഫിൻ 70. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ആ 70,000 പേരുണ്ടല്ലോ, പടച്ചവൻ 70,000 പേരെ തെരഞ്ഞെടുക്കുകയാണ്. ആ 70,000-ൽ ഓരോ വ്യക്തികളുണ്ടല്ലോ, ആ ഓരോ വ്യക്തികളുടെ കൂടെയും 70,000 പേരാണ്. നാളെ എന്റെ സമുദായത്തിൽ നിന്ന് ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ടല്ലോ, ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക് കടന്നു പോകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, എന്റെ സമുദായത്തിൽ നിന്ന് 70,000 പേര്. ആ ആദ്യം തെരഞ്ഞെടുക്കുന്ന 70,000 പേരിൽ ഓരോ ആളുടെ കൂടെയും 70,000 പേര്. അങ്ങനെ ലക്ഷക്കണക്കിന് ആൾക്കാർ നാളെ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിഭാഗത്തിൽ ഈ മജ്ലിസിൽ വന്നിരുന്ന നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടക്കുന്ന ഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബത്ത് ചോദിച്ചു, നബിയെ, ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടക്കുന്നവരാരെല്ലാമാണ്? നാളെ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കിടക്കുന്ന ഭാഗ്യവാന്മാർ ആരെല്ലാമാണ്? അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ എണ്ണിക്കൊണ്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. നാളെ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കിടക്കുന്നവരെ കുറിച്ച് മഹാനായ പ്രവാചകനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നാളെ പടച്ചവന്റെ കോടതിയിൽ നമ്മൾ മുഴുവനും ഒരുമിച്ച് കൂട്ടുമ്പോൾ അല്ലാഹു ചില വ്യക്തികളെ അടുത്തേക്ക് വിളിക്കുകയാണ്. പടച്ചവൻ തന്റെ അർശിന്റെ ഭാഗത്തിരുന്ന് കൊണ്ട് ചില വ്യക്തികളെ അടുത്തേക്ക് വിളിക്കുകയാണ്. ഒന്നാമതായി വിളിക്കുന്ന വിഭാഗം ഏതെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ അതാ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. പരിശുദ്ധമായ ഖുർആനിലെ ഒരു ആയത്തോതി കൊടുക്കുകയാണ്. ഇന്നമാ യുവഫസ്സാബിറൂന അജ്റുഹും ബിഗൈരി ഹിസാബ്. ഹിസാബില്ലാതെ സ്വർഗത്തിൽ കിടക്കുന്ന ഒന്നാമത്തെ വിഭാഗം ആരെന്നറിയുമോ?
ഹിസാബില്ലാതെ സ്വർഗത്തിൽ കിടക്കുന്ന ഒന്നാമത്തെ വിഭാഗം ആരെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, പരിശുദ്ധ ഖുർആനിന്റെ ആയത്തെടുത്തുകൊണ്ട് പ്രവാചകൻ പറയുകയാ, അവരൊരു പരീക്ഷണം എത്തിക്കഴിഞ്ഞാൽ, അവനെന്തെങ്കിലും മാരകമായ രോഗങ്ങൾ പിടിപെട്ടാൽ, അവനതാ ലക്ഷങ്ങളുടെ കടമെത്തിക്കഴിഞ്ഞാൽ, അല്ലാഹുവിന്റെ ഒരു പരീക്ഷണം എത്തുമ്പോ അതിന് ക്ഷമിക്കുന്നവൻ നാളെ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കിടക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഹിസാബില്ലാതെ സ്വർഗത്തിൽ കിടക്കുന്ന ഒന്നാമത്തെ വിഭാഗം, അവനൊരു പരീക്ഷണം എത്തുമ്പോൾ അവന് പടച്ചവനെ കുറ്റപ്പെടുത്താത്തവനാണ്. അവന് ലക്ഷങ്ങളുടെ കടമുള്ളപ്പോൾ പടച്ചവനെ കുറ്റപ്പെടുത്താത്തവനാണ്. ക്യാൻസർ രോഗമാണെന്നറിയുമ്പോൾ പടച്ചവനോട് പരാതി പറയാത്തവനാണ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് അതാ ഹബ്ബാബ് ഇബ്നു അറത്ത് റളിയല്ലാഹു തആല അൻഹു കടന്നു വരികയാണ്. മഹാനായ ഹബ്ബാബ് ഇബ്നു അറത്ത് റളിയല്ലാഹു അൻഹുവും സഹാബത്തും കടന്നു വരികയാണ്. അവിടെ വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വരികയാ. എന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അലാ തസ്തൻസിറു ലനാ അലാ തദ്ഉ ലനാ യാ റസൂലല്ലാഹ്. കണ്ടോ നബിയേ, കണ്ടോ നബിയേ, ശരീരത്തിലൂടെ രക്തങ്ങൾ ഒഴുകുകയാണ്. തന്റെ ശരീരത്തിലെ പച്ചമാംസങ്ങൾ കുത്തിക്കീറിയിരിക്കുകയാണ്. നബിയേ, എന്റെ ശരീരത്തിന്റെ നട്ടെല്ല് നോക്ക് നബിയേ, എന്റെ ശരീരത്തിലേക്ക് നോക്ക് നബിയേ, എന്റെ ശരീരത്തിന്റെ എല്ലുകൾ വെളിയിൽ കാണുകയാണ് നബിയേ. എനിക്ക് പീഡനം സഹിക്കാൻ കഴിയുന്നില്ല നബിയേ, എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണമെന്ന പ്രവാചകന്റെ മുന്നിലേക്ക്, അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് ഹബ്ബാബ് ഇബ്നു അറത്ത് റളിയല്ലാഹു തആല അൻഹു കരഞ്ഞുകൊണ്ട് പ്രവാചകരോട് പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഹബ്ബാബേ, നിന്റെ മുൻഗാമികളുണ്ടല്ലോ, നിന്റെ മുൻഗാമികൾ എങ്ങനെയാ ശമിച്ചതെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പറഞ്ഞു കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അയ്യൂബ് നബിയുടെ ചരിത്രം പറയുകയാ. ആരാണ് അയ്യൂബ് നബി എന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകനാണ്. 81 വർഷക്കാലം പ്രഭുവിനെ പോലെ, രാജാവിനെ പോലെ, കോടീശ്വരനെ പോലെ സർവസമ്പത്തിന്റെ നടുവിൽ കൊട്ടാരത്തിൽ കിടന്നുറങ്ങിയ പ്രവാചകനാണ്. ആ പ്രവാചകന്റെ ജീവിതം കണ്ടിട്ട് ശൈത്താൻ അല്ലാഹുവിന്റെ മുന്നിൽ പോയി പറയുന്നു, റബ്ബേ, ഈ അയ്യൂബിന് അനുഗ്രഹം കൊടുത്തത് കൊണ്ടാണ്, ഈ അയ്യൂബിന് അനുഗ്രഹങ്ങൾ കൊടുത്തത് കൊണ്ടാണ്, നബിയെ പടച്ചവരെ അങ്ങേ ആരാധിക്കുന്നത് അനുഗ്രഹം കൊടുത്തത് കൊണ്ടാണ്. എന്തെങ്കിലും പരീക്ഷണം കൊടുത്താൽ അയ്യൂബ് നിങ്ങളെ മറന്നു കഴിയുമല്ലോ, നിനക്ക് നന്ദി രേഖപ്പെടുത്തില്ല റബ്ബേ. ശൈത്താൻ പോയി പടച്ചവരോട് പരാതി പറയുമ്പോൾ 81 വർഷക്കാലം കോടീശ്വരനെ പോലെ സമ്പത്തിന്റെ നടുവിൽ കിടന്ന് വളർന്ന അയ്യൂബ് നബി അലൈഹിസ്സലാം പടച്ചവനെ പരീക്ഷിക്കുകയാണ്. ലോകത്തൊരു മനുഷ്യനും കൊടുക്കാത്ത പരീക്ഷണമാണ്. അതാ ഒരു സുപ്രഭാതം അങ്ങോട്ട് പൊട്ടിവിടരുമ്പോൾ തന്റെ സമ്പത്ത് മുഴുവനും നശിക്കുകയാണ്. തന്റെ കൊട്ടാരങ്ങൾ തകർന്നു വീഴുകയാണ്. തന്റെ കൃഷിയിടങ്ങൾ മുഴുവനും തകർന്നു പോവുകയാണ്. തന്റെ പ്രിയപ്പെട്ട ഭാര്യയും മക്കളും മരണപ്പെടുകയാണ്. ഇന്നലത്തെ കോടീശ്വരനൊന്നുമില്ലാത്ത പാവപ്പെട്ടവനാണ്. ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ പോലും വകയില്ലാതെ അയ്യൂബ് നബി അലൈഹിസ്സലാം പാവപ്പെട്ട ദരിദ്രനായി മാറിയിരിക്കുകയാണ്. അവസരത്തിലും അല്ലാഹുവിനെ സ്തുതിക്കുകയാണ്. പടച്ചവൻ രണ്ടാമത്തെ പരീക്ഷണം കൊടുക്കുകയാ. ലോകത്തൊരു മനുഷ്യനും കൊടുക്കാത്ത മാരകമായ രോഗം കൊടുക്കുകയാണ്. തന്റെ ശരീരങ്ങൾ മുഴുവനും പുഴുത്തെളിയുകയാണ്. തന്റെ ശരീരത്ത് പഴുത്തുകൊണ്ട് വ്രണങ്ങൾ പിടിച്ച് പുഴുക്കൾ നടക്കുകയാണ്. തന്റെ ശരീരത്ത് നിന്ന് ദുർഗന്ധമടിച്ച് വീശുകയാണ്. ആ അവസരത്തിൽ അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ നാട്ടുകാരുണ്ടല്ലോ, ഇന്നലെ വരെ കൂടെ നടന്നവരുണ്ടല്ലോ, അയ്യൂബ് നബിയെ സ്വന്തം നാട്ടിൽ നിന്ന് പുറത്താകുകയാണ്.
അയ്യൂബ് നബിയെ സ്വന്തം നാട്ടിൽ നിന്ന് പുറത്താക്കുകയാ. അയ്യൂബേ, നിന്റെ ശരീരത്തിൽ നിന്ന് ദുർഗന്ധമടിക്കുന്നത് ശ്വസിക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ട് നാട്ടിൽ നിന്ന് പോകണമെന്ന് ആട്ടിയോടിക്കുകയാണ്. ജനിച്ചു വളർന്ന നാട്ടിൽ നിന്നതാ അയ്യൂബ് നബി അലൈഹിസ്സലാം അതാ ആട്ടിയിറക്കുകയാണ്. മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോൾ തന്റെ പ്രിയപ്പെട്ട ഒരേ ഒരു ഭാര്യ മാത്രം അയ്യൂബ് നബിയുടെ കൂടെ പോവുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ചരിത്രം പറയുകയാണ്, മാരകമായ രോഗം പിടിച്ചുകൊണ്ട് നടക്കുകയാണ്. ഒരു മരത്തിന്റെ ചുവട്ടിൽ പോയിരിക്കുമ്പോൾ അതാ യാചിച്ച് ജീവിക്കുന്ന മനുഷ്യര് പറഞ്ഞുവത്രേ, അയ്യൂബ് നബിയേ, അങ്ങയുടെ ശരീരത്തിൽ നിന്ന് ദുർഗന്ധമടിക്കുന്നത് കാരണം ഞങ്ങൾക്ക് ഇവിടെ കിടന്നുറങ്ങാൻ കഴിയുന്നില്ല, അതുകൊണ്ട് മാറി പോകണേ എന്ന് പറയുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ, അയ്യൂബ് നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ പ്രവാചകനുണ്ടല്ലോ, മരുഭൂമിയിലൂടെ നടന്നു പോവുകയാണ്. ഒരു ദിവസം രാവിലെ നോക്കുമ്പോ തന്റെ ശരീരത്തിലൂടെ പുഴുക്കൾ നടക്കുകയാണ്, എല്ലുകൾ വെളിയിൽ കാണുകയാണ്, ശരീരത്തിൽ നിന്ന് മാംസങ്ങൾ തറയിലേക്ക് വീഴുകയാണ്. ഇത് കണ്ടിട്ട് തന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് സഹിക്കാൻ കഴിയുന്നില്ല. പൊട്ടിക്കരഞ്ഞുകൊണ്ട് വന്നിട്ട് പറയുന്നു, നബിയേ, എന്തിനാണിതൊക്കെ സഹിക്കുന്നത്? എന്തിനാണിതൊക്കെ സഹിക്കുന്നത്? അങ്ങൊരു പ്രവാചകനല്ലേ, അങ്ങ് ദുആ ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു സ്വീകരിക്കില്ലേ നബിയേ? ഒന്ന് കൈ ഉയർത്തിയിട്ട് ദുആ ചെയ്യാൻ പറയുമ്പോൾ മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം തന്റെ പ്രിയ ഭക്തിയോട് ചോദിക്കുകയാണ്, പെണ്ണേ, 81 വർഷക്കാലം ഒരു കോടീശ്വരനെ പോലെ, രാജാവിനെ പോലെ കൊട്ടാരത്തിന്റെ മടിത്തട്ടില് ഞാൻ കടന്ന് ജീവിച്ചവനല്ലേ മോളെ? ഒരിക്കലെങ്കിലും പടച്ചവരോടല്ലാ ഈ അനുഗ്രഹങ്ങൾ എനിക്ക് എന്തിനാ തന്നതെന്ന് ചോദിക്കാൻ നീ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. എന്റെ പടച്ചവൻ എനിക്കൊരു പരീക്ഷണം തന്നപ്പോൾ അല്ലാഹുവോട് പരാതി പറയാൻ എനിക്ക് കഴിയില്ലെന്ന് പറഞ്ഞിട്ട് നിനക്ക് വേണമെങ്കിൽ നിന്റെ വഴി നോക്കാമെന്ന് തന്റെ പ്രിയപ്പെട്ടവളോട് പറയുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അയ്യൂബ് നബിയെ പടച്ചവനെ പരീക്ഷിച്ചത് എത്ര മാസമെന്നറിയുമോ? എത്ര ദിവസമെന്നറിയുമോ? എത്ര വർഷമാണ് പടച്ചവനെ പരീക്ഷിച്ചതെന്നറിയുമോ? 18 വർഷക്കാലമാണ് അയ്യൂബ് നബിയെ പടച്ചവനെ പരീക്ഷിച്ചത്. മാരക രോഗം പിടിച്ചുകൊണ്ട് ദുർഗന്ധമടിക്കുന്ന രീതിയിൽ തന്റെ ശരീരത്തിലൂടെ പുഴുക്കൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും അതെല്ലാം ശമിച്ചുകൊണ്ട് നടക്കുകയാണ്. അവസാനം ഒരു ദിവസം രാവിലെ നോക്കുമ്പോൾ ശൈത്താൻ എന്നും വന്ന് നോക്കുകയാണ്. എന്നും രാവിലെ വന്ന് നോക്കും, അതാ അയ്യൂബ് നബി പടച്ചവനോട് ദുആ ചെയ്യുന്നു. ഒരു ദിവസം നോക്കുമ്പോൾ അയ്യൂബ് നബി 2 കൈയും ഉയർത്തിയിട്ട് ദുആ ചെയ്യുകയാണ്. ഒരു ദിവസം രാവിലെ നോക്കുമ്പോൾ മഹാനായ അയ്യൂബ് നബി ആകാശത്തിന്റെ വിരിമാറിലേക്ക് 2 കൈയും ഉയർത്തിയിട്ട് ദുആ ചെയ്യാൻ പോകുകയാണ്. ശൈത്താന് വല്ലാത്ത സന്തോഷമായി. അയ്യൂബ് പരാജയപ്പെട്ടിരിക്കുകയാണ്. അടുത്തു നിന്ന് നോക്കുമ്പോ അയ്യൂബ് നബി അല്ലാഹുവോട് പറയുന്നു, റബ്ബേ, 81 വർഷക്കാലം എനിക്കു നീ അനുഗ്രഹം തന്നവനാണല്ലാ. പടച്ചവരെ, 18 വർഷമായി എന്റെ ശരീരത്തിൽ രോഗം പിടിച്ചിട്ട് പുഴുക്കൾ നടക്കുകയാണ്, പഴുത്തെളിയുകയാണ്, എന്റെ ശരീരത്തിൽ നിന്ന് ദുർഗന്ധമടിക്കുകയാണ്, എനിക്കൊന്നും നടക്കാൻ കഴിയുന്നില്ല, എന്റെ ശരീരമൊന്നു ചലിപ്പിക്കാൻ കഴിയുന്നില്ല. പടച്ചവരെ, എത്ര വലിയ രോഗം എനിക്ക് തന്നപ്പോഴും അല്ലാഹുവേ, എന്റെ നാവില് മാത്രം നീ രോഗം തന്നില്ല അല്ലാ. ഇന്നലെ വരെ നിന്നെ സ്തുതിക്കാൻ, നിനക്കൊരു അൽഹംദുലില്ലാഹ് പറയാൻ എന്റെ നാവ് കൊണ്ട് എനിക്ക് കഴിഞ്ഞു റബ്ബേ. അല്ലാഹുവേ, ഇന്നതിന് എനിക്ക് കഴിയുന്നില്ല റബ്ബേ. എന്റെ നാക്കിലും നീ രോഗം തന്നത് കാരണം ഒരു അൽഹംദുലില്ലാഹ് പറയാൻ എനിക്ക് കഴിയുന്നില്ലല്ലാ. അതുകൊണ്ട് പടച്ച റബ്ബേ,
എന്റെ നാവിലെ രോഗമൊന്ന് മാറ്റിത്തരണേ അല്ലാ. പടച്ചവരോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ് മഹാനായ പ്രവാചകരദാ ഹബ്ബാബ് ഇബ്നു അറത്ത് റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഹബ്ബാബേ, നാളെ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കിടക്കണമെന്ന് ആഗ്രഹമുണ്ടോ? പടച്ചവന്റെ കോടതിയിൽ ജനങ്ങൾ മുഴുവനും തലതാഴ്ത്തിയിട്ട് കരഞ്ഞുകൊണ്ട് എല്ലാവരും കൈയടിയുന്ന ദിവസം പടച്ചവന്റെ മുന്നിൽ നിൽക്കുമ്പോൾ വിശിഷ്ട വ്യക്തികളെ പോലെ പടച്ചവൻ അടുത്തേക്ക് വിളിച്ചിട്ട് പറയുന്നു, മോരേ, ഇന്നത്തെ ദിവസം നിന്നോട് എനിക്കൊന്നും ചോദിക്കാറില്ല. ഇവിടെ നിന്ന് വെയിൽ കൊള്ളേണ്ടവനല്ല, ഇവിടെ നിന്ന് പീഡനങ്ങൾ അനുഭവിക്കേണ്ടവനല്ല. അതുകൊണ്ട് സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ പടച്ചവൻ പറയുന്ന വിഭാഗത്തിൽ പെടണമെന്ന് ആഗ്രഹമുണ്ടോ? അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയുന്നു. ഹബ്ബാബ് ഇബ്നു അറത്ത് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, യാ റസൂലല്ലാഹ്, എനിക്ക് സ്വർഗം മതി നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകരോട് പറയുമ്പോൾ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് എനിക്ക് പറയാറുള്ളത്, ഒരു തലവേദന വന്നാൽ, നിനക്കൊരു രോഗം പിടിപെട്ടാൽ, ഒരു ക്യാൻസർ വന്നു കഴിഞ്ഞാൽ, ലക്ഷങ്ങളുടെ കടം വന്നു കഴിഞ്ഞാൽ, കച്ചവടം നഷ്ടത്തിലായി കഴിഞ്ഞാൽ, മക്കളുടെ വിവാഹം മുടങ്ങിക്കഴിഞ്ഞാൽ, ജനങ്ങളോട് പറഞ്ഞുകൊണ്ട് നടക്കുന്നവരെ, പടച്ചവനെ കുറ്റപ്പെടുത്തുന്നവരെ, എന്റെ പ്രിയപ്പെട്ടവരെ, കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിനടുത്ത് എട്ടിക്കുളം എന്ന് പറയുന്ന സ്ഥലത്ത് കഴിഞ്ഞ മാസം വഅദ് പറയാൻ പോവുകയാണ്. ഈ പാവപ്പെട്ട ഞാൻ ഭക്ഷണം കഴിക്കാൻ ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ആ വീട്ടിലതാ അബ്ദുള്ള എന്ന് പറയുന്ന 18 വയസ്സുള്ള ഒരു പൊന്നുമകൻ, അബ്ദുള്ള എന്ന് പറയുന്ന 18 വയസ്സുള്ള ഒരു പൊന്നുമകൻ കട്ടിലിൽ കിടക്കുകയാണ്. ആ പൊന്നുമകന്റെ അവസ്ഥ എന്തെന്നറിയുമോ? മെത്തയിൽ വെള്ളമൊഴിച്ചിട്ട് അതിന്റെ മുകളിലാണ് കിടക്കുന്നത്. ആ സഹോദരന്റെ വാപ്പയോട് എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ ആ സഹോദരൻ പറയുന്നു, ഉസ്താദ്, 4 വയസ്സ് വരെ വീടിന്റെ മുന്നിലൂടെ കളിച്ച് നടന്നവരാണ്. എന്റെ കൈ പിടിച്ചുകൊണ്ട് നടന്ന പൊന്നുമോരാ, ഈ അബ്ദുള്ള എന്ന് പറയുന്ന 18 വയസ്സുള്ള പൊന്നുമകനെ കാണിച്ചിട്ട് പറയുകയാ, ഒരു പനി വന്നു ഉസ്താദ്. എന്നിട്ട് ശരീരങ്ങൾ മുഴുവനും നീര് പിടിക്കുകയാണ്. ശരീരങ്ങൾ മുഴുവനും നീര് പിടിച്ചിട്ട് തന്റെ എല്ലുകൾ ഒടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 18 വർഷക്കാലമായി മുസ്ലിമേ തന്റെ 4ാമത്തെ വയസ്സിൽ കിടക്കാൻ തുടങ്ങിയതാണ്. ആ 18 വയസ്സുള്ള ചെറുപ്പക്കാരനുണ്ടല്ലോ, എന്നോട് നിന്ന് നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, തലയല്ലാതെ മറ്റൊരവയവം അനക്കാൻ കഴിയുന്നില്ല. ശരീരങ്ങൾ മുഴുവനും നീര് പിടിച്ചിട്ട് എല്ലുകൾ മുഴുവനും ഒടിയുകയാണ്. അതാ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ പറയുന്നു, ഉസ്താദ് ദുആ ചെയ്യണേ, വേദന സഹിക്കാൻ കഴിയുന്നില്ല. അവസാനം ആ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ആ പ്രിയപ്പെട്ട മകനോട് പോകട്ടെ എന്ന് ചോദിക്കുമ്പോൾ, ആ അബ്ദുള്ളയോട് വിശേഷണത്തെ അന്വേഷിക്കുമ്പോൾ ആ ചെറുപ്പക്കാരൻ പറയുന്നു, ഉസ്താദ് അൽഹംദുലില്ലാഹ്, പടച്ചവൻ എന്റെ കൈകാലുകൾക്ക് രോഗം തന്നു, എന്റെ ശരീരം മുഴുവനും പടച്ചവൻ എനിക്ക് തളർത്തിയിട്ടിരിക്കുകയാ. എങ്കിലും ഉസ്താദേ പറയാറ്, എനിക്ക് പടച്ചവന് ദിക്ർ പറയാൻ എന്റെ നാവിനൊരു കുഴപ്പമില്ലല്ലോ. എല്ലാവരും പറയുന്നത് എന്റെ ചെവി കൊണ്ട് കേൾക്കാൻ കഴിയുന്നല്ലോ. എന്റെ മാതാപിതാക്കളെ കാണാറ് പടച്ചവൻ എനിക്ക് കാഴ്ച തന്നല്ലോ. ഉസ്താദേ എനിക്ക് സ്വർഗം കിട്ടും, ഉസ്താദേ എനിക്ക് സ്വർഗം കിട്ടും. ആ പ്രിയപ്പെട്ട 18 വയസ്സുള്ള അബ്ദുള്ള പറയുകയാ, ഇന്ന് വരെ ഒരു ഹറാമും എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല, ഇന്ന് വരെ ഒരു പാപവും ഞാൻ ചെയ്തിട്ടില്ല, ഒരു പാപം ചെയ്യുന്ന സ്ഥലത്തിലേക്ക് ഇന്ന് വരെ ഞാൻ പോയിട്ടില്ലല്ലോ. പടച്ചവൻ ഇഷ്ടമുള്ളത് കൊണ്ടാണല്ലോ അല്ല എന്നെ പരീക്ഷിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ പുഞ്ചിരിക്കുന്ന മുഖത്തോട് എന്നോട് പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ കണ്ണു നിറഞ്ഞു പോവുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, എന്റെ മുന്നിലിരിക്കുന്ന നിങ്ങളെ ആരെങ്കിലും പടച്ചവനെ പരീക്ഷിക്കുമ്പോൾ അത് അല്ലാഹുവിന്റെ തീരുമാനമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമിക്കാനുള്ള മനസ്സ് കാണിച്ച അല്ലാഹ്
അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, നാളെ ഹിസാബില്ലാതെ സ്വർഗ്ഗത്തിൽ കിടക്കുന്ന ഒന്നാമത്തെ വിഭാഗം ഇന്നമാ യുവഫസ്സാബിറൂന അജ്റുഹും ബിഗൈരി ഹിസാബ്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, നാളെ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കിടക്കുന്ന ഒന്നാമത്തെ വിഭാഗം അല്ലാഹു ഒരു പരീക്ഷണം കൊടുക്കുമ്പോൾ ക്ഷമിക്കുന്നവരാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു ദിവസം സുബഹി നമസ്കാരം കഴിഞ്ഞു തന്റെ സഹാബത്തിന്റെ എതിരെ തിരിഞ്ഞിരുന്നു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഹൗലുൽ കൗസറിലെ വെള്ളം ഞാൻ എല്ലാവർക്കും കോരിയാ കൊടുക്കണം. ഹൗലുൽ കൗസറിലെ വെള്ളം എല്ലാവർക്കും പ്രവാചകൻ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കോരിയാ കൊടുക്കണം, എല്ലാവരുടെ കയ്യിലാ കൊടുക്കണം. ഒരേ ഒരാളുടെ വായിൽ മാത്രം ഒഴിച്ചു കൊടുത്തു. ഒരേ ഒരു സഹാബിയുടെ വായിൽ മാത്രം അല്ലാഹുവിന്റെ പ്രവാചകൻ ഹൗലുൽ കൗസറിലെ വെള്ളം ഒഴിച്ചു കൊടുക്കും. ഏത് സഹാബിയുടെ വായിലാ ഒഴിച്ചു കൊടുക്കും? ആർക്കെങ്കിലും അറിയും? ആർക്കെങ്കിലും അറിയും? ഒറ്റ സഹാബിയുടെ, അറിയണവരെന്ന് കൈവക്കി. ഒറ്റ സഹാബിയുടെ വായിൽ മാത്രം. അള്ളാഹുവിന്റെ പ്രവാചകൻ ഇത് പറഞ്ഞപ്പോൾ സഹാബാക്കളൊക്കെ വളരെ, എല്ലാവരും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുഖത്തേക്ക് നോക്കി. ഏത് കാര്യം പറഞ്ഞാലും അബൂബക്കറാണല്ലോ മുമ്പിൽ. ചിലരൊക്കെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ഓരോ സഹാബത്തിന്റെ മുഖത്തും എല്ലാവരും വളരെ അത്ഭുതത്തോടെ ആരുടെ വായിലായിരിക്കും പ്രവാചകൻ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്റെ പ്രിയമുള്ളവരെ, ആ അവസരത്തിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഞാൻ ആരുടെ വായിലാണ് ഹൗലുൽ കൗസറിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് എന്നറിയുമോ? മഹാനായ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു തആല. ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ വായിൽ മാത്രമേ പ്രവാചകൻ വെള്ളം ഒഴിച്ചു കൊടുക്കൂ ഹൗലുൽ കൗസറിൽ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ കയ്യിൽ നിന്ന് ഹൗലുൽ കൗസറിൽ വെള്ളം വാങ്ങിച്ചു കൊടുക്കാൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മജ്ലിസിനെ സ്നേഹിച്ചതിന്റെ പേരിൽ, ഈ മജ്ലിസിനെ ബഹുമാനിച്ചതിന്റെ പേരിൽ, ഈ മജ്ലിസിൽ കയറി ഇരിക്കാനുള്ള മനസ്സ് കാണിച്ചതിന്റെ പേരിൽ അള്ളാഹു നമ്മളെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ കയ്യിൽ നിന്ന് ഹൗലുൽ കൗസറിൽ വെള്ളം കുടിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അകത്തിരിക്കാൻ സൗകര്യമുണ്ടായിട്ടും വെറുതെ മതിലിന്റെ വെളിയിൽ നിൽക്കാം, വെളിയിൽ നിൽക്കുക. എന്റെ പ്രിയമുള്ളവരെ, അവിടെ നിൽക്കുന്നതിനേക്കാളും നല്ലത് ഈ മജ്ലിസിൽ കയറിയിരിക്കുക. ഇത് സ്വർഗമാണ്. ഈ സ്വർഗത്തിൽ ഇരിക്കാൻ അവസരം കിട്ടിയിട്ട് ഞാൻ വെളിയിലെ നിൽക്കത്തുള്ളെന്ന് പറഞ്ഞ ചിലപ്പോൾ നാളെയും അവിടെ വെളിയിൽ നിൽക്കേണ്ടി വരും. ഇഷ്ടമുള്ളപ്പോൾ ഇറങ്ങിപ്പോകാലോ. ഞാൻ ആരെ ഒന്നും പറയാറില്ല. എന്റെ പ്രസംഗം 1.5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂറിനുള്ളിൽ നിർത്തേണ്ടതുണ്ട്. എപ്പോ വേണമെങ്കിലും ഇറങ്ങിപ്പോകാം. ഒന്നീ നിങ്ങൾ ഇൽമിന്റെ മജ്ലിസിൽ കയറിയിരിക്കുക. ഇതിനെ ബഹുമാനിക്കുക. അല്ലാഹു അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ വായിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കാനുള്ള കാരണമെന്താ? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അല്ലാഹുവിന്റെ പ്രവാചകൻ മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോൾ മുസ്ലിമായതിന്റെ പേരിൽ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ക്രൂരമായി പീഡിപ്പിക്കുകയാണ്. ഉത്ബത്തും ശൈബത്തും അതാ മരുഭൂമിയിൽ മലർത്തി കിടത്തിയിട്ട് തന്റെ നെഞ്ചത്ത് പാറയെടുത്ത് വെച്ച് ക്രൂരമായി ചാട്ടപാറ കൊണ്ടടിച്ചു കൊണ്ട് ഉപദ്രവിക്കുകയാണ്. ബിലാൽ പറയുന്നു, നബിയേ എന്നെ സഹായിക്കണേ നബിയേ, എന്നെ രക്ഷിക്കണേ നബിയേ. ഓരോ ദിവസവും പ്രവാചകനെ കാണുമ്പോൾ ബിലാൽ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു ദിവസം നട്ടുച്ച സമയത്ത് ളുഹർ നമസ്കാരം കഴിഞ്ഞ് അല്ലാഹുവിന്റെ റസൂൽ നടന്നു വരുമ്പോ മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹു ഉണ്ടല്ലോ, ആ വെയിലത്ത് കിടന്ന് മരുഭൂമിയിൽ കിടന്നിട്ട് തന്റെ യജമാനനോട് വെള്ളത്തിന് കിടന്ന് യാചിക്കുകയാണ്. എനിക്കൽപ്പം വെള്ളം തരണേ എന്ന് പറഞ്ഞ് യാചിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂല് നോക്കുമ്പോഴതാ ഉത്ബത്ത് കടന്നു പോവുകയാണ്. തന്റെ യജമാനൻ കടന്നു പോയിട്ട് ഒട്ടകത്തിന്റെ മൂത്രമെടുക്കുകയാണ്. ഒട്ടകത്തിന്റെ മൂത്രമെടുത്തുകൊണ്ട് മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുന്നിലേക്ക് കടന്നു വരികയാ. അല്ലാഹുവിന്റെ റസൂല് നോക്കുമ്പോ വെള്ളത്തിന് കിടന്ന് യാചിക്കുകയാണ്. ഒട്ടകത്തിന്റെ മൂത്രമെടുത്തുകൊണ്ട് വന്ന് ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ വായിലേക്ക് എടുത്തൊഴിച്ചു കൊടുക്കാൻ പോകുമ്പോൾ അല്ലാഹുവിന്റെ റസൂല് കടന്നു പോവുകയാണ്. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ വായിലേക്ക് തന്റെ കൈവെക്കുകയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ബിലാലേ ക്ഷമിക്കൂ ബിലാലേ, നീ ഇതൊന്ന് കുടിക്കൂ ബിലാലേ. നാളെ ഹൗദുൽ കൗസറിലെ വെള്ളം എല്ലാവരുടെയും കയ്യിൽ ഞാൻ എടുത്തു കൊടുക്കുമ്പോൾ ബിലാലേ
ഇന്ന് നീ ക്ഷമിച്ചു കഴിഞ്ഞാൽ നിന്റെ വായിലേക്ക് ഞാൻ വെള്ളമൊഴിച്ചു തരാ ബിലാലേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അങ്ങോട്ട് പറയുമ്പോൾ മഹാനായ സയ്യിദിനാ ബിലാൽ റളിയല്ലാഹു തആല അൻഹു പുഞ്ചിരിക്കുന്ന മുഖത്തോട് കുതിരയുടെ മൂത്രം അങ്ങോട്ട് കുടിച്ചോ എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ, ക്ഷമിക്കാനുള്ള മനസ്സുണ്ടായാൽ നാളെ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കിടക്കുന്ന ഒന്നാമത്തെ വിഭാഗത്തിൽ നിനക്ക് പങ്കെടുക്കാൻ കഴിയുമെന്ന്, നിനക്ക് ചേരാൻ കഴിയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഹിസാബില്ലാതെ സ്വർഗത്തിൽ കിടക്കുന്ന ഒന്നാമത്തെ വിഭാഗം എന്തെങ്കിലും ഒരു വിപത്തുണ്ടാകുമ്പോൾ ക്ഷമിക്കുന്നവർ. രണ്ടാമത്തെ വിഭാഗം ഏതാ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനതാ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. രണ്ടാമത്തെ വിഭാഗം ഏതെന്നറിയുമോ? അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിക്കുന്ന രണ്ടാമത്തെ വിഭാഗം ഏതാണ്? അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, സഹാബാ തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഅ്. എന്റെ പ്രിയമുള്ളവരെ, ഈ പള്ളം നിവാസികളുണ്ടല്ലോ, എല്ലാവരും പാതിരാത്രിയിൽ അവരുടെ വീടിനകത്ത് കിടന്ന് സുഖിച്ചുറങ്ങുകയാണ്. എല്ലാം മറന്നുകൊണ്ട് എല്ലാവരും പാതിരാത്രിയുടെ നിശബ്ദതയിൽ സുഖമായി കിടന്നുറങ്ങുമ്പോൾ പാതിരാത്രിയിൽ എഴുന്നേറ്റ് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കുന്നവരുണ്ടല്ലോ, അവൻ നാളെ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കിടക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, തഹജ്ജുദ് നിസ്കരിക്കുന്നവർ. എന്റെ പ്രിയമുള്ളവരെ, എന്റെ മുന്നിലിരിക്കുന്ന എത്ര പേർക്ക് ആ തഹജ്ജുദ് നിസ്കാരമുള്ളത് നിത്യമായി നമുക്കുണ്ടാവും? റമളാൻ മാസമൊക്കെ എത്തുമ്പോൾ എല്ലാവരും തഹജ്ജുദ് നിസ്കരിക്കും, അത് കഴിയുമ്പോൾ കഴിഞ്ഞു. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പടച്ചവൻ ഒരു അവസരത്തിൽ പറഞ്ഞു അത്രേ, നബിയെ, എനിക്ക് ഭൂമിയിൽ ദുനിയാവിൽ കുറെ ആൾക്കാരുണ്ട്, ചില അടിമകൾ എനിക്ക് ദുനിയാവിലുണ്ട്. അവർ എന്നെ ഇഷ്ടപ്പെടുന്നു, അവരെന്നെ ഇഷ്ടപ്പെടുന്നതിനേക്കാൾ ഞാൻ അവരെ ഇഷ്ടപ്പെടുന്നു. എന്നെ അവരിഷ്ടപ്പെടുന്നു, അതിനേക്കാൾ ഞാൻ അവരെ ഇഷ്ടപ്പെടുന്നു. അവൻ എന്നിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു, അതിനേക്കാൾ ഞാൻ ആഗ്രഹിക്കുന്നു അവൻ എന്റെ മുന്നിലേക്കൊന്ന് വരാൻ. അവൻ എന്നെ ഓർക്കുന്നതിനേക്കാൾ എപ്പോഴും നബിയെ ഞാൻ അവനെ ഓർക്കുന്നു. അവൻ എന്നിലേക്ക് നടന്നു വന്നാൽ ഞാൻ അവനിലേക്ക് ഓടിപ്പോകും നബിയെ. ഇങ്ങനെ ചില അടിമകളുണ്ട്. ഈ പള്ളത്തുള്ള എന്റെ പ്രിയപ്പെട്ട നിങ്ങളിൽ ചിലരെ അള്ളാഹു വല്ലാത്ത ഇഷ്ടമാ. നിങ്ങൾ അള്ളാഹനെ ഇഷ്ടപ്പെടുന്നതിനേക്കാൾ പടച്ചവൻ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു. നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങളെ സ്നേഹിക്കുന്നതിനേക്കാൾ പടച്ചവൻ നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങളുടെ കണ്ണ് നിറയുന്നത് അള്ളാഹന് ഇഷ്ടമല്ല. നിങ്ങളുടെ കണ്ണൊന്ന് നിറഞ്ഞാൽ പടച്ചവന്റെ സിംഹാസനം പോലും കുലുങ്ങിപ്പോകും. അങ്ങനെ ചില അടിമകൾ. അവരാരാണെന്നറിയൂ? മഹാനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ പ്രവാചകൻ പടച്ചവനോട് ചോദിച്ചു, നബിയെ, അല്ലാഹുവേ, ആരാ ഒന്ന് പറഞ്ഞു തരൂ, അവരാരാ ഒന്ന് പറഞ്ഞു തരുവോ? അല്ലാഹുവിന്റെ പ്രവാചകന് പടച്ചവൻ പറഞ്ഞു കൊടുത്തില്ല. ആ അവസരത്തിൽ അള്ളാന്റെ റസൂല് ചോദിച്ചു, അല്ലാഹുവേ, അവരുടെ അടയാളമെങ്കിലും ഒന്ന് പറഞ്ഞു തരും. നീ സ്നേഹിക്കുന്ന പള്ളത്ത് നീ സ്നേഹിക്കുന്ന ആ വിശിഷ്ട വ്യക്തികൾക്കുള്ള അടയാളമെങ്കിലും ഒന്ന് പറഞ്ഞതാ പടച്ചവനെ. ആ അവസരത്തിൽ അല്ലാഹുവിന്റെ റസൂലിനോട് പടച്ചവൻ പറഞ്ഞു കൊടുക്കുന്നു, നബിയേ, അവർക്ക് 3 അടയാളമാണുള്ളത്. പടച്ചവൻ സ്നേഹിക്കുന്നവർക്ക് 3 അടയാളമാണ്. അതിലൊന്നാമത്തെ അടയാളം ഏതെന്നറിയുമോ? തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഅ്. നബിയേ, പള്ളം നിവാസികളല്ല പാതിരാത്രിയുടെ നിശബ്ദതയില് തണുപ്പുള്ള രാത്രിയിലതാ പുതപ്പിന്റെ അടിയിൽ കിടന്ന് സുഖിച്ചുറങ്ങുമ്പോൾ നബിയേ, ഒന്നാൻ ആകാശത്തിൽ വന്നിട്ട് ഭൂമിയിലേക്ക് ഞാൻ നോക്കും നബിയേ, ഭൂമിയിലേക്ക് ഞാൻ നോക്കും നബിയേ. ആ അവസരത്തിൽ എഴുന്നേറ്റ് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കുന്നവരാണ് നബിയേ.
തഹജ്ജുദ് നിസ്കരിക്കുന്നവർ അവരെ അള്ളാഹു സ്നേഹിക്കുന്നതിന്റെ ഒന്നാമത്തെ അടയാളമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ മജ്ലിസിലിരിക്കുന്ന നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ ആരെങ്കിലും തഹജ്ജുദ് നിസ്കാരം നിത്യമായിട്ടുണ്ടെങ്കിൽ തീരുമാനിച്ചോ, അള്ളാഹ് നിന്നെ സ്നേഹിക്കുന്നു, അതിന്റെ അടയാളമാത്. അള്ളാഹു നിലനിർത്താനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമസ്കരിച്ചാൽ കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയൂ? തഹജ്ജുദ് നിസ്കരിച്ചാൽ കിട്ടുന്ന പ്രതിഫലം എന്താ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, തഹജ്ജുദ് നിസ്കാരം മുൻഗാമികളുടെ ചര്യയാണ്. മുൻഗാമികളുടെ ചര്യയാണ് തഹജ്ജുദ് നിസ്കാരം. മഹാന്മാരായ അള്ളാഹു ഇഷ്ടപ്പെടുന്നവരുടെ അടയാളമാണ് തഹജ്ജുദ് നിസ്കാരം. 1. 2, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് പറയുന്നു, സഹാബാ, നാളെ പടച്ചവന്റെ കോടതിയുണ്ടല്ലോ. സ്വർഗത്തിന്റെ ആരാമങ്ങൾക്ക് നടുവിലൂടെ സ്വർഗവാസികൾ മുഴുവനും ആസ്വദിച്ച് നടക്കുകയാണ്. പടച്ചവൻ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, സ്വർഗത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമുണ്ടല്ലോ, സ്വർഗത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം അത് അല്ലാഹുവിന്റെ ലിഖാഹ് കാണലാണ്, പടച്ചവൻ കാണലാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, സഹാബത്തേ, തഹജ്ജുദ് നിസ്കരിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, പാതിരാത്രിയിൽ എഴുന്നേറ്റ് 2 റക്അത്ത് നിസ്കരിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, അവൻ എന്നെ കാണാൻ കഴിയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, തഹജ്ജുദ് നിസ്കരിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, നാളെ പടച്ചവന്റെ സ്വർഗത്തിൽ കടന്നു ചെല്ലുമ്പോൾ ഫയറുഫൗൽ ഹിജാബ്, അല്ലാഹ് തന്റെ മറയെടുത്ത് അങ്ങോട്ട് മാറ്റുകയാ. ഫയൻദുറൂന ഇലാ വജ്ഹില്ലാഹ്, എല്ലാവരും അല്ലാഹുവിനെ കാണുകയാണ്, എല്ലാവരും പടച്ചവന്റെ ലിഖാഹ് കാണുകയാണ്. അവസരത്തിൽ അല്ലാഹ് നമ്മുടെ മുന്നിലേക്ക് കടന്നു വന്നിട്ട്, പടച്ചവൻ നമ്മുടെ മുന്നിലേക്ക് കടന്നു വന്ന്, അസ്സലാമു അലൈക്കും യാ അഹ്ലൽ ജന്നാ, അല്ലാഹ് നാളെ സ്വർഗത്തിൽ വെച്ച് സലാം പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, സഹാബത്തേ, പാതിരാത്രിയിൽ എഴുന്നേറ്റ് പടച്ചവനെ ഓർക്കുന്നവനുണ്ടല്ലോ, അവൻ നാളെ അവന് കിട്ടുന്ന 2ാമത്തെ പ്രതിഫലം, നാളെ സ്വർഗത്തിൽ വെച്ച് അല്ലാഹ് സലാം പറയുമ്പോ അല്ലാഹുവിനെ കണ്ടു മടക്കാൻ അവന് ഭാഗ്യമുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നാളെ സ്വർഗത്തിൽ വെച്ച് അല്ലാഹ് സലാം പറയും, 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 അല്ലാഹ് സലാം പറയും. സ്വർഗത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം അല്ലാഹുവിനെ കാണല. എല്ലാവരും സ്വർഗത്തിൽ ഒരുമിച്ച് നിൽക്കുമ്പോൾ ഫയറുഫൗൽ ഹിജാബ്, തന്റെ മറയെടുത്ത് അങ്ങോട്ട് മാറ്റും. ഫയൻദുറൂന ഇലാ വജ്ഹില്ലാഹ്, എല്ലാവരും അല്ലാഹുവിനെ കാണും. ആ അവസരത്തിൽ അല്ലാഹ് പറയും, അസ്സലാമു അലൈക്കും യാ അഹ്ലൽ ജന്ന. സലാം പറയുമ്പോൾ അല്ലാഹുവിനെ കണ്ടുകൊണ്ട് മടക്കണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ നീ തഹജ്ജുദ് നിത്യമായി നിസ്കരിച്ചാൽ മതി എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 3ാമത് തഹജ്ജുദ് നിസ്കരിച്ചാൽ കിട്ടുന്ന പ്രതിഫലം, 3ാമത് തഹജ്ജുദ് നിസ്കരിച്ചാൽ കിട്ടുന്ന പ്രതിഫലം എന്താ? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നിന്റെ ഹൃദയത്തിൽ ചെയ്തു പോയ പാപത്തിന്റെ കറകൾ മാറും, പാപത്തിന്റെ കറകൾ മാറും. എത്ര വലിയ കൊടുംപാപം ചെയ്തവനാണെങ്കിലും, എത്ര വലിയ അപരാധം ചെയ്തവനാണെങ്കിലും, എന്റെ പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ സർവ്വ പാപവും അല്ലാഹു പുറത്തു തരും. നിങ്ങളുടെ പാപത്തിന്റെ കറ മാറുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹൃദയം കറുത്തുപോയത് കൊണ്ടാ, പാപങ്ങൾ അധികരിച്ചത് കൊണ്ടാണ് ഗൾഫിൽ നിന്ന് മടങ്ങി വന്ന ഭർത്താവിന് ഉറക്കഗുളി കലക്കി കൊടുത്തിട്ട് അയൽവാസിയുടെ വീട്ടിലേക്ക് പാതിരാത്രിയിൽ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം പെണ്ണിറങ്ങിപ്പോയത്. അതുകൊണ്ടാണ് കാമുകന്മാരുടെ കൂടെ ഒളിച്ചോടുന്നത്. 10 മാസം ഗർഭം ധരിച്ച് മരണവേദനയുടെ വേദനയും സഹിച്ച് പ്രസവിച്ച തന്റെ പൊന്നുമകളെ കഴുത്ത് ഞെരിച്ചു കൊല്ലാൻ എന്റെ മുസ്ലിം പെങ്ങന്മാര് തയ്യാറാകുന്ന അതുകൊണ്ടാ, പാവങ്ങൾ അധികരിച്ചു പോയത് കൊണ്ടാ, ഹൃദയം കറുത്തുപോയത് കൊണ്ടാ, മൃഗത്തിനെക്കാൾ അധപ്പതിച്ച ജീവിതം നയിക്കുന്നത് കൊണ്ടാ. എന്റെ പ്രിയമുള്ളവരെ, എത്ര വലിയ പാപം ചെയ്തവനും അല്ലാഹു പുറത്തു തരും. അല്ലാഹു എത്ര വലിയ കൊടും പാപം ചെയ്തവനും അല്ലാഹു പുറത്തു തരും. എന്റെ പ്രിയമുള്ളവരെ, ലോകത്ത് ഏറ്റവും കൂടുതൽ പാപം ചെയ്ത വ്യക്തി ആരെന്നറിയും? ലോകത്തൊരു മനുഷ്യനും ചെയ്യാത്ത ഏറ്റവും വലിയ പാപം ചെയ്ത മനുഷ്യന് പോലും അല്ലാഹു പുറത്തു കൊടുത്തു. അത്ര വലിയ പാപമൊന്നും നമ്മൾ ആരും ചെയ്തിട്ടില്ലല്ലോ.
എന്റെ മുന്നിലിരിക്കുന്ന നിങ്ങളാരും അത്രയും വലിയ കൊടുംപാപമൊന്നും സ്വപ്നത്തിൽ പോലും കേൾക്കാത്ത പാപം ചെയ്ത മനുഷ്യന് പോലും അള്ളാഹു പുറത്തു കൊടുത്തു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകൻ വീട്ടിൽ കിടക്കുമ്പോ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കരഞ്ഞുകൊണ്ട് ഓടി വരികയാണ്. അള്ളാന്റെ റസൂലിന്റെ വീടിനകത്തേക്ക് ഓടി വന്നു. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിച്ചു, എന്തേ കരയണേ, എന്തേ നീ കരയണേ? അള്ളാന്റെ റസൂലിനോട് മഹാനായ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, പത്ര നബിയെ, കഅബയുടെ കില്ല പിടിച്ചിട്ട് ഒരു ചെറുപ്പക്കാരൻ നിന്ന് കരയുന്ന നബിയെ, കഅബയുടെ കില്ല പിടിച്ചിട്ട് ഒരു ചെറുപ്പക്കാരൻ നിന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നു. ആരെല്ലാം വന്ന് പിടിച്ചു മാറ്റിയിട്ടും ആ മനുഷ്യൻ മാറുന്നില്ല. ആ പാവപ്പെട്ടവന്റെ ദുആ കണ്ടപ്പോൾ എനിക്ക് കരച്ചിൽ വന്നു എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പ്രവാചകനോട് പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂലദാ ഉമറിനോട് പറഞ്ഞു, ഉമറേ, ആ ചെറുപ്പക്കാരനെ വിളിച്ചു കൊണ്ടുവാ ഉമറേ. ആ ചെറുപ്പക്കാരനെ വിളിച്ചു കൊണ്ടുവരാറ് അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കഅബയുടെ കില്ല പിടിച്ചിട്ട് പൊട്ടിക്കരയുന്ന ചെറുപ്പക്കാരനെ വിളിച്ചു കൊണ്ടുവരികയാണ്. ആ അവസരത്തിൽ അല്ലാഹുവിന്റെ റസൂലുണ്ടല്ലോ, ആ മനുഷ്യനോട് ചോദിക്കുന്നു, എന്ത് പാപമാ നീ ചെയ്തത്? എന്തിനാ കഅബയുടെ കില്ല പിടിച്ചിട്ട് കരയുന്നതെന്ന് ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയുന്നു, യാ റസൂലല്ലാഹ്, എന്റെ ജീവിതത്തിൽ ഒരു പാപം ഞാൻ ചെയ്തു നബിയേ, ആ തൗബയ്ക്ക് വേണ്ടിയാണ് നിന്ന് കരയുന്നതെന്ന് പറയുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിക്കുകയാ, എന്ത് പാപമാ ചെയ്തത്? ആ മനുഷ്യൻ പറയുന്നു, നബിയേ, ഇന്ന് വരെ ഒരു മനുഷ്യരോടും ഞാൻ പറഞ്ഞിട്ടില്ല, പടച്ചവന്റെ മുന്നിലല്ലാതെ ഒരു മനുഷ്യരോടും ഇന്ന് വരെ ആ പാപത്തെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ പ്രവാചകരാ ചോദിക്കുന്നത്, അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, എന്റെ ജോലി എന്തായിരുന്നെന്നറിയുമോ നബിയേ? അതാ ആരെങ്കിലും മരണപ്പെട്ട് കഴിഞ്ഞാൽ, എന്റെ നാട്ടിൽ ആരെങ്കിലും മരണപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ മയ്യത്ത് കബറടക്കാൻ പള്ളിക്കാട്ടിലേക്ക് ഞാനും പോകും നബിയേ, കബർ കുടിക്കാൻ ഞാനും കൂടും നബിയേ, കബറടക്കാൻ ഞാനും കൂടും നബിയേ. കബറടക്കിയിട്ട് എല്ലാവരും മടങ്ങി പോകുമ്പോൾ ആ കബറടക്കിയ സ്ഥലം ഞാൻ നോക്കി വെക്കും നബിയേ. പാതിരാത്രി കടന്നു വരുമ്പോൾ, പാതിരാത്രി എത്തിക്കഴിയുമ്പോ, എല്ലാവരും കടന്നുറങ്ങി കഴിയുമ്പോ, യാ റസൂലല്ലാഹ്, ഈ എഴുന്നേറ്റ് പള്ളിക്കാട്ടിലേക്ക് പോകും നബിയേ. ആ പള്ളിക്കാട്ടിലേക്ക് കടന്നു പോയിട്ട് ആ കബർ ഞാനങ്ങ് മാന്തും നബിയേ. എന്നിട്ട് ആ മയ്യത്തിന്റെ ശരീരത്തിൽ പൊതിഞ്ഞിരിക്കുന്ന 3 കഷ്ണം കഫൻ തുണിയുണ്ടല്ലോ, അതാ ശരീരത്തിൽ നിന്ന് ഞാൻ അടിച്ചെടുക്കും നബിയെ. മോട്ടിച്ചു കൊണ്ടുപോയി പട്ടണത്തിൽ കൊണ്ടുപോയി വിറ്റിട്ട് അതുകൊണ്ട് ജീവിക്കുകയാണ് നബിയേ. എന്നിട്ടാ മനുഷ്യൻ പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഒരു ദിവസമുണ്ടല്ലോ, ഒരു ദിവസമുണ്ടല്ലോ, 7 വർഷങ്ങൾക്ക് മുമ്പ് എന്റെ നാട്ടിലൊരു സുന്ദരിയായ പെണ്ണ്, ഏത് ചെറുപ്പക്കാരനും ആഗ്രഹിക്കുന്ന ഈ യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ചെറുപ്പക്കാരിയായ തൊലിവെളുപ്പുള്ള ഒരു സുന്ദരിയായ സാലിഹത്തായ പെണ്ണ് മരിച്ചു നബിയേ. ആ പെണ്ണിന്റെ മയ്യത്ത് കൊണ്ടുപോയി കബറടക്കി നബിയെ. കബർ നോക്കി വെച്ച് നബിയെ. പാതിരാത്രിയിൽ എല്ലാവരും അവരുടെ കൂരയ്ക്കകത്ത് കടന്നിറങ്ങുമ്പോൾ ആരും അറിയാതെ ആ കബറിന്റെ പുറത്തേക്ക് ഞാൻ നടന്നു നബിയേ. ആ കബറിന്റെ മുന്നിലേക്ക് നടന്നു പോവുകയാണ്. അതാ കബറങ്ങോട്ട് മണ്ണുകൾ വെട്ടി മാറ്റുകയാണ്. ആ കബറിനകത്ത് പലകകൾ മറകി മാറ്റുകയാണ്. എന്നിട്ട് യാ റസൂലല്ലാഹ്, ആ കബറിനകത്തേക്ക് ഞാൻ ഇറങ്ങി നബിയേ. ആ പെണ്ണിന്റെ കബറിനകത്തേക്ക് ഇറങ്ങിയിട്ട്, ആ യുവതിയുടെ കബറിനകത്തേക്ക് ഇറങ്ങിയിട്ട് ആ പെണ്ണിന്റെ ശരീരത്തിൽ കഫം പൊതിഞ്ഞിരിക്കുന്ന തുണി ഞാൻ എടുത്തു മാറ്റി നബിയേ.
അല്ലാഹുവിന്റെ പ്രവാചകരോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, ആ പെണ്ണിന്റെ ശരീരത്തിൽ നിന്ന് കഫൻ തുണി അഴിച്ചു മാറ്റി ഖബറിൽ നിന്ന് മുകളിലേക്ക് കേറുമ്പോ ആ പെണ്ണിന്റെ ശരീരത്തിലേക്ക് ഞാനൊന്ന് തിരിഞ്ഞു നോക്കി നബിയേ. സുന്ദരിയായ ചെറുപ്പക്കാരിയായ വെളുത്ത ശരീരമുള്ള പെണ്ണിന്റെ ശരീരം കണ്ടപ്പോൾ എനിക്ക് വികാരം തോന്നി നബിയേ. ആ പെണ്ണിനെ കബറിനകത്തിട്ട്, ആ മരിച്ച പെണ്ണിന്റെ മയ്യത്തിനെ കബറുമാന്തിയിട്ട് കബറിനകത്തിട്ട് ഞാൻ വ്യഭിചരിച്ചു നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ ചെറുപ്പക്കാരൻ ഈ പാപം അങ്ങോട്ട് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണ് നിറയുകയാണ്. പ്രവാചകന് തളർന്നു പോവുകയാ, അല്ലാഹുവിന്റെ റസൂല് മിണ്ടാതിരിക്കുകയാണ്. പ്രവാചകൻ പറയുന്നു, എന്റെ മുന്നിൽ നിന്ന് മാറിപ്പോകണമെന്ന് പറഞ്ഞു വിടുമ്പോൾ ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരനുണ്ടല്ലോ മരുഭൂമിയിലേക്ക് കടന്നു ചെല്ലുകയാണ്. പ്രവാചകന്റെ വീടിനകത്ത് നിന്ന് വെളിയിലേക്ക് ഇറങ്ങുകയാ. എന്നിട്ട് മുട്ടുകുത്തി മരുഭൂമിയിൽ ഇരുന്നിട്ട് തന്റെ തലയുടെ മുകളിലേക്ക് മണല് വാരി എറിഞ്ഞിട്ട് പടച്ചവരോട് പറയുകയാണ്, അല്ലാഹുവേ, ഈ ഒരു പാപം ചെയ്ത് നിന്നോടല്ലാതെ മറ്റാരോടും ഞാൻ പറഞ്ഞിട്ടില്ല അല്ലാ. ഈ 7 വർഷമായി കഅബയുടെ കില്ല പിടിച്ചിട്ട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുകയാണ്. ഇന്ന് നിന്റെ പ്രവാചകം ചോദിച്ചപ്പോൾ, നിന്റെ പ്രവാചകരോട് പറഞ്ഞപ്പോ അവിടെ എന്നെ ആട്ടി ഓടിക്കുന്നു റബ്ബേ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് പടച്ചവന്റെ മുന്നിലേക്ക് കൈകൾ നീട്ടിയിട്ട് ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ ദുആ ചെയ്യുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ജിബ്രീൽ കടന്നു വന്നിട്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. നബിയേ, എന്റെ ദാസന്മാരോട് പറ നബിയേ, അവരെത്ര വലിയ അക്രമം ചെയ്താലും, അവരെത്ര വലിയ കൊടുംപാപം ചെയ്താലും അവരോടൊന്ന് ചോദിക്കാറ് പറ നബിയേ. അവര് തൗബ ചെയ്താൽ ഞാൻ സ്വീകരിക്കും നബിയേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, തഹജ്ജുദ് നിസ്കരിക്കുന്ന മനുഷ്യന്റെ ഹൃദയത്തിലെ പാപത്തിന്റെ കറകൾ മാറും. 4 തഹജ്ജുദ് നിസ്കരിക്കുന്ന ഒരു മനുഷ്യന് കിട്ടുന്ന 4ാമത്തെ പ്രതിഫലം, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അവൻ പാപത്തിലേക്ക് കടന്നു പോകുമ്പോൾ, പാപം ചെയ്യാൻ അവൻ കടന്നു പോകുമ്പോൾ, പാപത്തിന്റെ സാഹചര്യങ്ങളിലേക്ക് അവൻ പെട്ടുപോകുമ്പോൾ, ശൈത്താന്റെ ചതിയിൽ അകപ്പെട്ടു പോകുമ്പോൾ അവനെ ആ പാപത്തിൽ നിന്ന് അവന്റെ നമസ്കാരം തടയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തഹജ്ജുദ് നിസ്കരിച്ച എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ, എത്ര വലിയ സുന്ദരിയായ പെണ്ണാണെങ്കിലും ആരുമറിയാതെ വീടിനകത്ത് കഥകടച്ചിട്ട് മടിയറയ്ക്കകത്ത് തന്റെ ശരീരത്തിലുള്ള സർവ്വ തുണികളും അടിച്ചിട്ടിട്ട് ആരും അറിയില്ലടാ എന്റെ മോഹമൊന്ന് സാധിച്ചതാടാ എന്ന് പറയുമ്പോ ഇന്നി അഖാഫുല്ലാ, പിടി പെണ്ണെ, എനിക്ക് പടച്ചവനെ പേടിയാണെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകാൻ കഴിയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തഹജ്ജുദ് നിസ്കരിക്കുന്ന മനുഷ്യൻ നാളെ ഹിസാബില്ലാതെ സ്വർഗ്ഗത്തിൽ കിടക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല നിത്യമായി മരിക്കുവോളം തഹജ്ജുദ് നിസ്കരിക്കാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹിസാബില്ലാതെ സ്വർഗ്ഗത്തിൽ കിടക്കുന്ന 3ാമത്തെ ഭാഗ്യവാന്മാർ, ഹിസാബില്ലാതെ സ്വർഗ്ഗത്തിൽ കിടക്കുന്ന 3ാമത്തെ വിഭാഗം, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഹിസാബില്ലാതെ സ്വർഗ്ഗത്തിൽ കിടക്കുന്ന 3ാമത്തെ വിഭാഗം ഏതെന്നറിയുമോ? അസ്മാഉ ബിൻത് യസീർ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, യജ്മഉല്ലാഹു യൗമൽ ഖിയാമ, നാളെ
നാളെ പടച്ചവന് മൂന്നാമതായി ഒരു വിഭാഗത്തെ വിളിക്കുകയാണ്. അതാ പടച്ചവൻ അടുത്തേക്ക് വിളിച്ചിട്ട് ഒറ്റ സഫായിട്ട് നിർത്തുകയാണ്. ആരെയാ വിളിച്ചു നിർത്തതെന്നറിയുമോ? അടുത്ത ഹിസാബില്ലാതെ സ്വർഗത്തിൽ കിടക്കുന്ന മൂന്നാമത്തെ വിഭാഗം. അല്ലാഹു അവനൊരു പരീക്ഷണം കൊടുത്താൽ, അല്ലാഹു എന്തെങ്കിലും ബുദ്ധിമുട്ട് കൊടുത്താൽ, ആ ബുദ്ധിമുട്ടറിയുന്ന സമയത്ത് അൽഹംദുലില്ലാഹ് എന്ന് പറയുന്ന മനുഷ്യനുണ്ടല്ലോ, നാളെ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കിടക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ, ക്യാൻസർ ഒന്ന് തലകറങ്ങി വീണിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പം ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് രണ്ടാമത് ഒന്നും കൂടെ ടെസ്റ്റ് ചെയ്തു. എന്നിട്ട് ഡോക്ടർ മുന്നിൽ വന്നിട്ട് പറയാ, നിനക്ക് ക്യാൻസർ ആണെന്ന് പറയുമ്പോ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ നാളെ നീ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കിടക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആദ്യം അൽഹംദുലില്ലാ പറയാൻ മനസ്സിലാക്കും. എന്റെ പ്രിയപ്പെട്ടവരോട്, സഹോദരങ്ങളോടൊക്കെ എങ്ങനെയുണ്ട് സന്തോഷം, ജീവിതമൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പറയും അൽഹംദുലില്ലാ, റാഹത്താണ്, കച്ചവടമൊക്കെ ഉണ്ട്, നല്ലതാണ്. പക്ഷെ കച്ചവടമൊക്കെ ഇല്ലാതായി കഴിഞ്ഞു എന്തെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിലോ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ അപ്പ അൽഹംദുലില്ലാ പറയില്ല. വല്ലാത്ത ബുദ്ധിമുട്ടൊക്കെ, നഷ്ടത്തിലാണില്ല, അള്ളാഹിനെ സ്തുതിക്കാൻ കഴിയില്ല. സന്തോഷം ഉണ്ടാകുമ്പോ എല്ലാരും പടച്ചവനെ സ്തുതിക്കും. ദുഃഖം ഉണ്ടാകുമ്പോ, എന്റെ പള്ളിയിൽ ഇപ്പൊ ഒരു പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ 5 നേരവും പള്ളിക്കകത്ത് വന്ന് നിസ്കരിച്ചു കൊണ്ടിരുന്നവൻ, അവനെ നമസ്കരിക്കാൻ കാണാതെ വന്നപ്പോ എന്റെ പള്ളിയിലെ ഉസ്താദ് അവനെ വിളിച്ചിട്ട് ഉപദേശിച്ചു, എടാ നീ 5 നേരം സുബഹിക്ക് വരെ പള്ളി വന്നുകൊണ്ടിരുന്നയാ, എന്തേ നിന്നെ ഇപ്പൊ കാണുന്നില്ല? ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ പറയുന്നു, ഉസ്താദെ 9 വർഷമായിട്ട് ഞാനൊരു പെണ്ണിനെ പ്രണയിക്കാം. ആ പെണ്ണിന്റെ വീട്ടുകാർ കല്യാണത്തിന് സമ്മതിക്കണമെന്ന് പറഞ്ഞോണ്ടാ ഞാൻ പള്ളിക്കകത്ത് കയറിയ. 9 വർഷം സ്നേഹിച്ചിട്ട് ഇപ്പൊ ആ പെണ്ണ് പറയാ എന്നെ വേണ്ടാന്ന് അവള് തന്നെ പറഞ്ഞു. ആ പെണ്ണ് തന്നെ പറഞ്ഞു എന്നെ വേണ്ടാന്ന്, ഇനി അതുകൊണ്ട് ഞാൻ നമസ്കരിക്കുന്നില്ല. എന്റെ പ്രിയമുള്ളവരെ, ആ പയ്യനോട് ഉസ്താദ് ഉപദേശിച്ച ഉസ്താദ് പറഞ്ഞു അത്രേ, മോനെ നിന്റെ വാരിയലിൽ നിന്ന് പടച്ചവനൊരു പെണ്ണിനെ സൃഷ്ടിച്ചിട്ടുണ്ട്, സമയമാകുമ്പോ അത് നടക്കും. ഞാൻ വെള്ളിയാഴ്ച പള്ളിയിൽ പോയപ്പോ, കഴിഞ്ഞ ആഴ്ച പള്ളിയിൽ പോയപ്പോ ഈ പയ്യൻ എന്റെ മുന്നിൽ വന്നിട്ട്, ഉസ്താദെ ഒരു സംശയമുണ്ട്. ഞാൻ ചോദിച്ചു എന്താണ്? എന്റെ പ്രിയമുള്ളവരെ, സാധാരണ അള്ളാഹുവിന്റെ പ്രവാചകം ആദം നബി അലൈഹിസ്സലാമിന്റെ ഇടത് സൈഡിലെ വാരിയലിൽ നിന്നാണ് ഹവ്വാ ബീവിയെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ഇടത് സൈഡിലെ വാരിയലിൽ നിന്നാണ് എന്റെ ഭാര്യയെ സൃഷ്ടിച്ചതെന്ന് കിതാബിലെങ്ങും കാണാൻ കഴിയില്ല. അങ്ങനെ ഉസ്താദന്മാർ ഇന്ന് വരെ സാധാരണ എല്ലാരും പറയണം, ഈ ഇരിക്കണ ഉസ്താദന്മാര് നിങ്ങളെയൊക്കെ ഇടത് വാരിയലിൽ നിന്നാണ് നിങ്ങളുടെ ഭാര്യയെ സൃഷ്ടിച്ചതെന്ന് പറയാൻ കഴിയില്ല. കാരണം അങ്ങനെ ഹദീസിന്റെ കിതാബുകളിൽ നിന്നും ഞാൻ കണ്ടിട്ടുമില്ല, എന്റെ ഉസ്താദന്മാര് പറഞ്ഞു തരുന്ന കേട്ടിട്ടുമില്ല. ഇനി അങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എല്ലാവരും സാധാരണ പറയാറുണ്ട് ആദം നബിയിലേക്ക് ഖിയാസാക്കിയാ പറയണം. ഇപ്പൊ ഉസ്താദ് ഉപദേശിച്ചുകൊണ്ട് ഈ പയ്യ എന്റെ അടുത്ത് ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഉസ്താദെ ചില പെണ്ണുങ്ങള് കല്യാണമെല്ലാം കഴിഞ്ഞ് 2 വർഷം ഒരുത്തന്റെ കൂടെ ജീവിച്ച് 2 മക്കളെയും പെറ്റു കൊടുത്തിട്ട് മറ്റൊരുത്തന്റെ കൂടെ ഒളിച്ചോടി പോകുമല്ലോ, അപ്പൊ എങ്ങനെ 50-50 എല്ലാണോ എന്ന് അവ എന്നോട് ചോദിക്കും. ചില ആൾക്കാർ അങ്ങനെയാണല്ലോ. ഇപ്പൊ കാസർഗോഡ് ജില്ലയിലൊക്കെ നോക്കിയാൽ മതി, നമ്മുടെ നാട്ടിലൊക്കെ എന്തായാലും കാണാതിരിക്കത്തൊന്നുമില്ല. 2 പെറ്റിട്ട മക്കളെ ആയിട്ട് വേറൊരുത്തന്റെ കൂടെ ജീവിക്കും. ആ പാവപ്പെട്ടവൻ ഗൾഫിൽ പണം ഉണ്ടാക്കാൻ പോകുമ്പോഴത്തേക്ക് അടുത്തവന്റെ കൂടെ ഒളിച്ചോടി പോകും. അപ്പൊ എങ്ങനെ ഈ പെണ്ണിന് 2 ചിലർ 2 നിൽക്കത്തില്ല. ഇപ്പൊ എന്റെ വീടിനടുത്തൊരു പെൺകുട്ടി 3 പേരുടെ കൂടെ ജീവിച്ചിരിക്കണം. അപ്പൊ എല്ലാം ഒടിക്കാനും സമയം കാണും. അപ്പൊ അങ്ങനെ എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത്, ചില കാര്യങ്ങൾ വരുമ്പോ നമ്മുടെ മക്കൾക്കൊക്കെ വല്ലാത്ത അറിവാണ്, ഭയങ്കര ഈമാനാണ്. നമ്മുടെ പ്രിയപ്പെട്ട എല്ലാവർക്കും നല്ല അറിവുണ്ട്. ഇപ്പൊ തന്നെ ഇവിടെ കാസർഗോഡുകാരൻ ഒരു പയ്യൻ തുടങ്ങി വെച്ചത് ഇപ്പം തിരുവനന്തപുരം വരെ എത്തിയിരിക്കാം. കാസർഗോഡുള്ള ഒരു പാവപ്പെട്ടവൻ എണ്ണ അടിക്കാൻ പോയപ്പോ പെട്രോൾ ടാങ്കിന്റെ മുകളിൽ കൈയടിച്ച് അടിച്ചുകൊണ്ടൊരു പാട്ട് പാടി. ആ പാട്ട് ഇപ്പം പാടി തിരുവനന്തപുരം വരെ എത്തിയിരിക്കുക. ഇപ്പൊ നെറ്റിലൊക്കെ കയറുകയാണെങ്കിൽ, വാട്സപ്പിലൊക്കെ ഇപ്പം മൂത്രമൊഴിക്കുമ്പോഴും ബാത്റൂമിൽ കുളിക്കുമ്പോഴും എന്റെ പ്രിയപ്പെട്ടവരൊക്കെ മാഹിയിലെ പെണ്ണിനെ കണ്ടിരിക്കണം, തലശ്ശേരിയിലെ പെണ്ണിനെ കണ്ട്, ഇതൊക്കെ പാടിക്കൊണ്ടാണ് നടക്കുന്നത്. ഞാനിന്ന് ഉഷാദ് ബാക്കവിയും കൂടെ പയ്യന്നൂർ എട്ടിക്കുളം എന്ന സ്ഥലത്ത് വാഴ്തു പറഞ്ഞു. 1ാമത്തെ ദിവസം ബാക്കവി, 19-ാം തീയതി ബാക്കവി, 20-ാം തീയതി ഞാൻ. 1ാമത്തെ ദിവസം പ്രസംഗം എല്ലാം കഴിഞ്ഞിട്ട് ബാക്കവി ഈ പെണ്ണിനെ നല്ല വിമർശിച്ചു. വാഴെല്ലാം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഞങ്ങൾ 2 പേരും കൂടെ, ബാക്കവി പറഞ്ഞു ഇന്ന് ഞാനും നിൽക്കാൻ, നമുക്ക് ഒരുമിച്ച് പോകാം, നിന്റെ വാഴ ഞാൻ കേട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞു ബാക്കവി എന്റെ കൂടെ റൂമിൽ ഞങ്ങൾ 2 പേരും കിടന്നുറങ്ങാം. കമലാ സുരയ്യാല അനീഷ് എന്ന് പറയുന്ന ഒരു പ്രിയപ്പെട്ട ചെറുപ്പക്കാരന്റെ ഫോണിലേക്ക് ഈ പാടിയതിൽ ഒരു ഏറ്റവും ഹൈറ്റൊക്കെ ഉള്ള ഒരു സാധനമുണ്ട്, നല്ല കരിക്കട്ട പോലെ ഇരിക്കണം നല്ലൊരു സാധനം. അവള് ഈമാൻ കൂടിയവളാ. അവള് ഫോൺ വിളിച്ചപ്പോ ഈ പാവപ്പെട്ടവൻ എന്റെ കയ്യിൽ തന്നു. ഞാനിങ്ങനെ ഫോണൊക്കെ എടുത്തു നോക്കി. ഇവൾ എന്നോട് ചോദിക്കുക, ഇസ്ലാമിൽ പാട്ട് പാടാൻ അവകാശമില്ലേ,
അവർക്ക് അറിവില്ലാഞ്ഞിട്ടല്ല. അള്ളാന്റെ പ്രവാചകൻ മദീനയിലേക്ക് ചെന്നപ്പം പാട്ട് പാടിയിട്ടല്ലേ സ്വീകരിച്ചേ. അള്ളാന്റെ റസൂലിന്റെ മുന്നിൽ പാട്ട് പാടിയ ഒരു സഹാബിക്ക് തന്റെ ഷാളെടുത്ത് പ്രവാചകൻ കൊടുത്തല്ലോ. പിന്നെ പാട്ട് പാടുന്നതിൽ എന്താ കുഴപ്പമെന്ന് അവള് ചോദിക്കുക. അവർക്ക് വിവരം ഇല്ലാഞ്ഞിട്ടല്ല. അവസാനം ഞാൻ പെണ്ണിനോട് ചോദിച്ചു, മോളെ, ഈ ഹോട്ടലിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ നിന്നിട്ട് വിളിക്കും, ചോറുണ്ണാൻ ആര് വേണമെങ്കിലും വരാൻ വേണ്ടി ഒരാൾ നിന്ന് വിളിക്കണ പോലെ നിന്നെ തുടരണമെങ്കിൽ നീ തലശ്ശേരിയിലേക്ക് വരാൻ വിളിച്ചല്ലോ, അതെന്താന്ന്? അപ്പൊ പെണ്ണ് പറയാ, അത് അങ്ങനെ ഒന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല, അള്ളാഹു നീയത്തനുസരിച്ചല്ലേ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഇന്നമല്ല അഅ്മാലു ബിന്നിയാത്ത്. ആ പെണ്ണ് പറയാ, എന്റെ മനസ്സിൽ എന്താണെന്ന് അള്ളാഹ്ന് മാത്രമേ അല്ലേ അറിയൂ, ഞാൻ അങ്ങനെ ഒന്നും കരുതിയില്ല, നിങ്ങൾ അങ്ങനെ കാണുന്നത് കൊണ്ടാ പ്രസംഗിച്ചുകൊണ്ട് നടക്കണേ. അവസാനം ഇത് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് സഹിച്ചില്ല. കാരണം അത്രയ്ക്ക് നേരം ഞാൻ ഒരു ഉസ്താദ് എന്ന നിലയിൽ സംസാരിച്ചോണ്ടിരുന്നു. അത്ര ക്ഷമയൊന്നും എനിക്കില്ല. ഞാൻ ഇത് കൂടെ കേട്ടപ്പോഴത്തേക്ക് പിന്നെ നല്ല നാല് പറഞ്ഞു. ബാക്കവി ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റ് എന്താടാന്ന് ഫോൺ കയ്യിലോട്ട് കൊടുത്തു. പിന്നെ ബാക്കവി ബാക്കിയുള്ളത് പറഞ്ഞു. ഇവള് പറഞ്ഞു, ഞാൻ ഇച്ചിരി ഞാൻ ഡൽഹിയിലൊക്കെ പോയി പഠിച്ചത് കൊണ്ട് എനിക്ക് ഇച്ചിരി ധൈര്യമുണ്ട്. എന്റെ കൂടെ ഉള്ള 2 കൊച്ചുകുട്ടികളാ, അവരെങ്ങാണ് ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കും. പിന്നെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ ദേഷ്യവും ഇവള് പറഞ്ഞതെല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് പിന്നെ നൗഷാബ കവി പറഞ്ഞു, മോളെ, എന്റെ അവസാന ശ്വാസം വരെ നിനക്കെതിരെ ഞാൻ വാഴ്ന്നു പറയും, നിന്റെ കാര്യത്തിൽ തീരുമാനമായിരുന്നു. അവസാനം ആ പ്രിയപ്പെട്ട പെണ്ണ് ഫോണ് താഴെ വെച്ചിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞ് വിളിച്ചു. വാപ്പയും ഉമ്മയും എല്ലാരും പൊട്ടിക്കരഞ്ഞ്, ഉസ്താദെ പൊരുത്തപ്പെടണം, അറിയാതെ ചെയ്തതാന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരഞ്ഞു. അള്ളാഹു ആ പൊന്നുമോക്ക് ഈമാൻ നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു ആ സഹോദരിക്ക് ഈമാൻ നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. പക്ഷെ നമ്മൾ ഇന്നും പാടിക്കൊണ്ട് നടക്കുക, അതൊക്കെയാണ് നമ്മുടെ സമയം. നമുക്കിന്ന് അതൊക്കെ പലതും മറന്നു പോകുന്നു എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, പടച്ചവൻ ഒരു പരീക്ഷണം തരുമ്പോൾ, അള്ളാഹു ഒരു പരീക്ഷണം തരുമ്പോൾ അത് നീ അറിയുമ്പോൾ ആദ്യം അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ നാളെ നീ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കിടക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരവസരത്തിൽ മഹാനായ മൂസാ നബി അലൈഹിസ്സലാം പടച്ചവനോട് ചോദിച്ചു, അയ്യു മനാസിലൽ ജന്ന, അല്ലാഹുവേ, ഈ സ്വർഗത്തിൽ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണ്? അല്ലാഹുവിന് സ്വർഗത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണെന്ന് മഹാനായ മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ചോദിച്ചപ്പോ പടച്ചവൻ പറഞ്ഞു കൊടുത്തു, എനിക്ക് സ്വർഗത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഖലീറത്തുൽ ഖുദ്സ് എന്ന് പറയുന്ന സ്ഥലമാണ്. ഖലീറത്തുൽ ഖുദ്സ് എന്ന് പറയുന്ന സ്ഥലമാ. അതാർക്കുള്ളതാണെന്നറിയുമോ? മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരു പരീക്ഷണം ഉണ്ടായെന്ന്, പടച്ചവന്റെ ഒരു പരീക്ഷണം എത്തിയെന്നറിയുമ്പോൾ ആദ്യം അൽഹംദുലില്ലാ എന്ന് പറയുന്നവന് നാളെ ഖലീറത്തുൽ ഖുദ്സ് എന്ന് പറയുന്ന പടച്ചവൻ സ്വർഗത്തിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സ്ഥലമുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു പരീക്ഷണം ഉണ്ടാകുമ്പോൾ ഒരിക്കലും നിന്റെ മനസ്സ് വേദനിക്കാൻ പാടില്ല. നിനക്ക് കടങ്ങളാണെങ്കിലും കച്ചവടം നഷ്ടത്തിലാണെങ്കിലും നിന്റെ മനസ്സിലൊരു തോന്നലുണ്ടാകണം, ഒരു കയറ്റം കഴിഞ്ഞാൽ ഒരു ഇറക്കം എന്നെങ്കിലും ഉണ്ട്. ഒരു കയറ്റം കഴിഞ്ഞാൽ എന്നെങ്കിലും ഒരു ഇറക്കമുണ്ട്. മഹാനായ അസ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളതാ പറഞ്ഞത്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു തരികയാണ്, സ്വഹാബത്തിനോട് പറയുകയാണ്, യാ സ്വഹാബാ, ഒരു പരീക്ഷണത്തിന്റെ പുറകിലാണ് ഒരു വിജയമിരിക്കുന്നത്, ഒരു പരീക്ഷണത്തിന്റെ പുറകിലാണ് അനുഗ്രഹമിരിക്കുന്നത്. ഇതാരോടാ പറഞ്ഞതെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ സഹാബിയായ തൽഹ റളിയല്ലാഹു അൻഹു വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങൾ കാത്തിരിക്കുകയാണ്. തനിക്ക് മക്കളില്ല. അവസാനം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഒരു പൊന്നുമകൻ ജനിക്കുകയാണ്. ആ പൊന്നുമകനോട് വല്ലാത്ത സ്നേഹമാണ്. ആ പൊന്നുമകനോട് വല്ലാത്ത സ്നേഹമാ. എവിടെ പോയാലും പൊന്നുമകനെ കൊണ്ട് നടക്കുകയാണ്. മഹാനായ തൽഹ റളിയല്ലാഹു അൻഹു ഉണ്ടല്ലോ, വർഷങ്ങൾ കടന്നു പോവുകയാണ്. ഒരു ദിവസം യാത്രയ്ക്ക് വേണ്ടി പുറപ്പെടുകയാണ്. മഹാനായ തൽഹ റളിയല്ലാഹു അൻഹു തന്റെ സ്നേഹനിധിയായ പൊന്നുമകനെ കെട്ടിപ്പിടിച്ച് ചുടുചുംബനം കൊടുത്തിട്ട് ഭാര്യയുടെ കയ്യിലേൽപ്പിക്കുകയാണ്. എന്നിട്ട് യാത്ര പോവുകയാണ്. യാത്ര പോയി കഴിഞ്ഞ് കുറെ ദിവസം കഴിയുമ്പോ തന്റെ പൊന്നുമകന് രോഗം പിടിക്കുകയാണ്. ഓരോ ദിവസം കഴിയുമ്പോഴും രോഗങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ തൽഹ റളിയല്ലാഹു അൻഹു മടങ്ങി വരുന്ന ദിവസമുണ്ടല്ലോ, തന്റെ പൊന്നുമകൻ അങ്ങോട്ട് മരണപ്പെടുകയാണ്. തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ പൊന്നുമകൻ മരണപ്പെടുകയാണ്. വീട്ടിലാണെങ്കിൽ തന്റെ പ്രിയപ്പെട്ട ഭാര്യ. ആരാണ് വീട്ടിലുള്ളതെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ സഹാബി
സഹാബിയായ തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട ഭാര്യ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ മാത്രമാണ് വീടിനകത്തുള്ളത്. തന്റെ പൊന്നുമകൻ മരിച്ചിരിക്കുകയാണ്. ഇന്ന് തന്റെ പ്രിയ ഭർത്താവ് മാസങ്ങളായി യാത്രയ്ക്ക് പോയിട്ട് മടങ്ങി വരികയാണ്. മടങ്ങി വരുമ്പോ ആദ്യം വീടിനകത്തേക്ക് കയറി വരുമ്പോൾ തന്റെ പൊന്നുമകൻ മരിച്ചു എന്ന് പറയുമ്പോൾ സഹിക്കാൻ തൽഹയ്ക്ക് കഴിയില്ലല്ലോ. ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ തന്റെ പൊന്നുമകന്റെ മയ്യത്ത് കുളിപ്പിക്കുകയാണ്. 10 മാസം ചുമന്നുകൊണ്ട് നടന്ന മരണവേദനയുടെ വേദനയും സഹിച്ച് പ്രസവിച്ച തന്റെ പൊന്നുമകന്റെ മയ്യത്തുണ്ടല്ലോ ഒറ്റയ്ക്ക് കൊണ്ടുപോയി ആരും അറിയാതെ കുളിപ്പിക്കുകയാ. എന്നിട്ട് തന്റെ പൊന്നുമകനെ എടുത്തു കൊണ്ടുവരികയാണ്. അതാ വീടിനകത്തേക്ക് കൊണ്ട് പുതച്ച് കിടത്തുകയാ. വെള്ളത്തുണിയിൽ പുതച്ച് കിടത്തിയിട്ട് ഇരിക്കുകയാ. കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ അവസരത്തിൽ അതാ തൽഹ റളിയല്ലാഹു അൻഹു കടന്നു വരികയാണ്. യാത്ര കഴിഞ്ഞ് തന്റെ പ്രിയതമൻ വീട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ മുഖം തുടയ്ക്കുകയാ. മുഖത്തിലേക്ക് സന്തോഷം കൊണ്ടുവരികയാണ്. തന്റെ പൊന്നുമകൻ മരിച്ച വാർത്തയങ്ങ് മറച്ചു വെക്കുകയാണ്. തൽഹ റളിയല്ലാഹു അൻഹുവിനെ സലാം പറഞ്ഞുകൊണ്ട് പുഞ്ചിരിക്കുന്ന മുഖത്തോടെ സ്വീകരിക്കുകയാണ്. വീടിനകത്തേക്ക് സ്വീകരിക്കുകയാ. കുളിക്കാനുള്ള വെള്ളമെടുത്ത് കൊടുക്കുകയാണ്. കഴിക്കാൻ ഭക്ഷണം തയ്യാറാക്കി കൊടുക്കുകയാണ്. എന്നിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഇബാദത്തുകൾ കഴിഞ്ഞിട്ട് രണ്ടുപേരും കൂടെ കിടപ്പറയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ തൽഹ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഉമ്മു സുലൈം, നമ്മുടെ പൊന്നുമകൻ എന്തേ ഉമ്മു സുലൈം? ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, പൊന്നുമകൻ ഉറങ്ങി എന്ന് പറയുകയാ. രണ്ടുപേരും കൂടെ അതാ മണിയറയ്ക്കകത്തേക്ക് കിടക്കുകയാണ്. കിടപ്പറ പങ്കിടുകയാണ്. തന്റെ വേദനകൾ മുഴുവനും മനസ്സിനകത്ത് കടിച്ചമർത്തിയിട്ട് തന്റെ പ്രിയതമന്റെ ആഗ്രഹമാ. മാസങ്ങളായി പോയിട്ട് തന്റെ ഭർത്താവിന്റെ മോഹങ്ങൾ നടത്തി കൊടുക്കുകയാണ്. രണ്ടുപേരും കൂടെ എല്ലാം കടിഞ്ഞിട്ട് കിടക്കുമ്പോൾ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ തന്റെ പ്രിയ ഭർത്താവിനോട്, ഒരാരെങ്കിലും ഒരു അമാനത്തായ ഒരു വസ്തു തന്നാൽ തിരിച്ചു ചോദിക്കുമ്പോ കൊടുക്കണോ തൽഹ? തൽഹ റളിയല്ലാഹു അൻഹു ഉമ്മു സുലൈമിനോട് പറയുന്നു, പെണ്ണേ, അമാനത്തായ ഒരു സാധനം തന്നിട്ട് തിരിച്ചു ചോദിക്കുമ്പോ കൊടുക്കണ്ടേ ഉമ്മു സുലൈം? തൽഹ റളിയല്ലാഹു അൻഹു പറഞ്ഞു കഴിയുമ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഉമ്മു സുലൈം പറയുകയാണ്, തൽഹ, പടച്ചവൻ നമുക്ക് അമാനത്തായി തന്ന മോനുണ്ടല്ലോ, ആ മോനങ്ങ് മരിച്ചു തൽഹ. തൽഹ റളിയല്ലാഹു അൻഹു ചാടി എഴുന്നേൽക്കുകയാണ്. തന്റെ പൊന്നുമകന്റെ മയ്യത്തിന്റെ മുന്നിലേക്ക് ഓടുകയാണ്. അവിടെ പോയിരുന്ന് പൊട്ടിക്കരയുകയാ. തന്റെ പൊന്നുമകൻ മരിച്ച വാർത്ത പറഞ്ഞിട്ടില്ല. ഇത്രയും നേരം അറിയിക്കാതെ തന്റെ ഭർത്താവിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചിരിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, സുബഹിന്റെ സമയമായപ്പോൾ ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, പടച്ചവന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ഓടുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് ഓടി ചെല്ലുകയാണ്. അവിടുന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഈ ഉമ്മു സുലൈമിനെ എനിക്ക് വേണ്ട നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകം ചോദിച്ചു, തൽഹ, എന്തു പറ്റി തൽഹ? എന്തിനാണ് ഉമ്മു സുലൈമിനെ ഉപേക്ഷിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവിടുന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, എന്റെ പൊന്നുമകൻ മരിച്ചു കിടന്നപ്പോ ഇവളെന്നോട് പറഞ്ഞില്ല നബിയേ, എനിക്ക് ഭക്ഷണം തന്നു നബിയേ, എന്നെ കൊണ്ട് കിടപ്പറ പങ്കിച്ചു നബിയേ, ഇവളെന്നെ ചതിച്ചു നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ
തൽഹ റളിയല്ലാഹു അൻഹു പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, തൽഹ ഇതുപോലെ ഒരു ഭാര്യയെ നിനക്ക് കിട്ടിയില്ലേ? 9.5 മാസം വയറ്റിൽ ചുമന്നിട്ട് മരണവേദനയുടെ വേദനയും സഹിച്ച് പ്രസവിച്ച തന്റെ പൊന്നുമകന്റെ മയ്യത്ത് സ്വന്തമായി കുളിപ്പിച്ചില്ലേ? വീടിനകത്ത് പുതച്ചു കിടത്തിയില്ലേ? തന്റെ പ്രിയതമൻ വരുമ്പോൾ മനസ്സിന്റെ ഉള്ളിൽ വേദനകൾ മുഴുവനും കടിച്ചമർത്തിക്കൊണ്ട് തന്റെ ഭർത്താവിന്റെ ആഗ്രഹം സാധിച്ചു തന്നില്ലേ? ഇതുപോലെ ഒരു ഭാര്യ നിനക്ക് കിട്ടിയില്ലേ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, തൽഹ റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, തൽഹ ഇല്ലാ യളമൽ ജസാ മാ യളമൽ ബലാ. ഒരു പരീക്ഷണത്തിന്റെ പുറകിലാണ് പടച്ചവൻ അനുഗ്രഹം വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തൽഹ, ഇന്നലെ നിങ്ങൾ ബന്ധപ്പെട്ടതിലൂടെ നിനക്കൊരു മകൻ ജനിക്കും തൽഹ. എന്റെ പ്രിയമുള്ളവരെ, ചരിത്രം പറയുകയാണ്, അനസ് എന്ന് പറയുന്ന ഒരു പൊന്നുമകൻ ജനിക്കുകയാണ്. ആ പൊന്നുമകൻ ഖുർആൻ മുഴുവനും കാണാതെ പഠിക്കുകയാണ്. ആ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബ പരമ്പരയിൽ 12ഓളം ഹാഫിദീങ്ങൾ ഉണ്ടായെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ, പരീക്ഷണം വരുമ്പോൾ തളരല്ലേ, പടച്ചവനെ കുറ്റപ്പെടുത്തല്ലേ, ആരോടും പറഞ്ഞുകൊണ്ട് നടക്കല്ലേ. അൽഹംദുലില്ലാ എന്ന് പറയാനുള്ള മനസ്സ് കാണിച്ച നാളെ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടക്കാൻ കഴിയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, പടച്ചവനൊരു പരീക്ഷണം തരുമ്പോൾ അതറിയുമ്പോൾ ആദ്യം അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ നാളെ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടക്കാൻ കഴിയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ക്ഷമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു പടച്ചവൻ മാരകമായ രോഗങ്ങൾ തന്ന് നമ്മളെ പരീക്ഷിക്കാതിരിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 9:30 ഇനി ഹിസാബില്ലാതെ സ്വർഗത്തിൽ കിടക്കുന്ന 2 വിഭാഗം, ഹിസാബില്ലാതെ സ്വർഗത്തിൽ കിടക്കുന്ന 2 വിഭാഗം കൂടെ പറഞ്ഞു സന്തോഷത്തോടെ നമുക്ക് ദുആ ചെയ്ത് പിരിയണം. അല്ലാഹു അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹിസാബില്ലാതെ സ്വർഗത്തിൽ കിടക്കുന്ന 4ാമത്തെ വിഭാഗം, ഹിസാബില്ലാതെ സ്വർഗത്തിൽ കിടക്കുന്ന 4ാമത്തെ വിഭാഗം ഏതെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഹിസാബില്ലാതെ സ്വർഗത്തിൽ കിടക്കുന്ന 4ാമത്തെ വിഭാഗം ഏതെന്നറിയുമോ? എന്റെ പ്രിയമുള്ളവരെ, ആരാണ് ഹിസാബില്ലാതെ സ്വർഗത്തിൽ കിടക്കുന്ന 4ാമത്തെ വിഭാഗം? നഹ്നു നഹ്ഫദുൽ ഖുർആൻ ഇലാ വജ്ഹില്ലാ. അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ഖുർആൻ ഓതിയവരാണ്. പടച്ചവന്റെ തൃപ്തിക്ക് വേണ്ടി അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഓതിയവരുണ്ടല്ലോ, നാളെ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കിടക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുക. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആൻ ഓതുന്നവർ, അധികമായിട്ട് അള്ളാഹുവിന്റെ തൃപ്തി മാത്രം കാംക്ഷിച്ചുകൊണ്ട് ഖുർആൻ ഓതുന്നവർ, നമ്മൾ ഓതും ഖുർആൻ വീട്ടിൽ ആരെങ്കിലും ഒന്ന് മരിക്കണം. വീട്ടിൽ ആരെങ്കിലും ഒന്ന് മരിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവർ ഖുർആൻ കൈകൊണ്ട് തൊടും, എടുത്തു വെച്ച് ഓതാറുണ്ട്. പണ്ടൊക്കെ ഞങ്ങളൊക്കെ കോളേജിൽ പഠിക്കുന്ന കാലം മരണ വീട്ടിലേക്ക് ഓതാനൊക്കെ ഒരുപാട് പോയവനാ ഞാൻ. ഞങ്ങളൊക്കെ ദർസിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ മരിച്ച വീട്ടിൽ, വലിയ പണക്കാരുടെ വീട്ടിലൊക്കെ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ വന്ന് മുത്തഅല്ലിമീങ്ങളെ വിളിച്ചോണ്ട് പോകുമായിരുന്നു. കാരണം ഖുർആൻ ഓതാൻ അവർക്കൊന്നും സമയമില്ല. ഞാനൊക്കെ ഒരുപാട് ഓതാൻ പോയിട്ടുണ്ട്. പിന്നീടൊരു അവസരത്തിൽ ചിന്തിച്ച്, ഞാനൊരു വീട്ടിൽ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ രാത്രി ഞാൻ ഇങ്ങനെ ഇരുന്ന് മയ്യത്തിന്റെ മുന്നിൽ ഇരുന്ന് ഓതുന്നു. മോനാണെങ്കിൽ ഇങ്ങനെ ഫോണൊക്കെ വിളിച്ച് ഇങ്ങനെ കറങ്ങി നടക്കുന്നു. അപ്പൊ ഞാൻ ആലോചിച്ച്, പടച്ചവനെ, ആ സ്വന്തം മോനില്ലാത്ത ആത്മാർത്ഥത എനിക്കെന്ത്? എന്റെ പ്രിയമുള്ളവരെ, പിന്നെ ജീവിതത്തിൽ ഇന്ന് വരെ മരിച്ച വീട്ടിൽ മയ്യത്തിൽ ഖുർആൻ ഓതാൻ ഞാൻ എത്രയോ വർഷം പഠിച്ചിട്ടുണ്ട്. എന്നെ വിളിച്ചിട്ട് ഞാൻ ഇന്ന് പിന്നെ പോയിട്ടില്ല. എന്റെ കഴിവിന്റെ പരമാവധി എന്റെ കൂട്ടുകാരെ ഞാൻ വിടാറുമില്ല. മരിച്ച വീട്ടിൽ പോയി മയ്യത്തിന്റെ അടുത്ത് ഖുർആൻ ഓതണ്ട എന്നറിയാം. നോക്കിയപ്പോ സ്വന്തം മകൻ, അവൻ ഭാര്യയെടുത്ത് കളിച്ച് കുഞ്ഞിനെ എടുത്ത് മടിയിലൊക്കെ വെച്ചോണ്ട് ഫോൺ വിളിച്ചോണ്ടിരിക്കുന്നു. ഞങ്ങള് പാതിരാത്രി, ഒരു പാവപ്പെട്ട വാപ്പ, അള്ളാഹുവേ, ആ വാപ്പ ഇങ്ങനെ കിടക്കാൻ മുഖം കണ്ടാൽ തന്നെ പേടി തോന്നുന്നു. ആ വാപ്പാന്റെ അടുത്തിരുന്ന് രാത്രി 2 മണിക്കൊക്കെ നമ്മളിരുന്ന് ഓതുക. അവൻ ഭാര്യയും മക്കളുമായിട്ട് കളിയും തമാശയും ഫോൺ വിളിച്ച്. സ്വന്തം മോന. ഞാൻ അയാൾക്കില്ലാത്ത ആത്മാർത്ഥ എന്തിന്? ഇപ്പൊ പിന്നെ മുത്തഅല്ലിമീങ്ങളൊന്നും പോകാറില്ല.
ഇപ്പൊ മരിച്ച വീട്ടിലെങ്ങും മുത്തല്ലിമീങ്ങൾ പോകാറില്ല. കാരണം അവർക്കും അഭിമാനവും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടൊക്കെ അങ്ങനൊന്നും പോകത്തില്ല. അള്ളാഹു നമ്മുടെ മക്കളെ ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഖുർആൻ നമ്മൾ മരണ വീട്ടിൽ, നമ്മുടെ വീട്ടിൽ ആരെങ്കിലും മരിച്ചാൽ മാത്രമേ ഖുർആൻ എടുക്കൂ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ, 6 അടി മണ്ണിനകത്ത്, ഈ പള്ളിക്കകത്ത് നിങ്ങളുടെ മക്കാം ഖബർസ്ഥാനിൽ കൊണ്ട് 6 അടി മണ്ണിനകത്ത് കൊണ്ട് ഖബറടക്കുമ്പോ എല്ലാരും പിരിഞ്ഞു പോകും. എത്ര സ്നേഹമുള്ള മോനാണെങ്കിലും എത്ര സ്നേഹമുള്ള ഭാര്യയാണെങ്കിലും എന്റെ വാപ്പ ഇരുട്ടത്ത് കിടക്കില്ലല്ലോ, ഒരു വെട്ടം കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഒരു LED ബൾബെങ്കിലും ഖബറിനകത്ത് കത്തിച്ചു നോക്കും ആരെങ്കിലും? ഒരു മനുഷ്യനും കത്തിച്ചു നോക്കൂല. എല്ലാരും മടങ്ങി പോകുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഖബറിനകത്ത് ചോദ്യം ചോദിക്കാൻ 2 മലക്കുകൾ വരും. 2 മലക്കുകൾ ഖബറിനകത്ത് വന്ന് ചോദ്യം ചോദിക്കാൻ വരുമ്പോ ഒരു പ്രകാശിക്കുന്ന മുഖത്തോടെ ഒരു ചെറുപ്പക്കാരൻ ഖബറിനകത്തുണ്ടാകും. മലക്കുകൾ ചോദിക്കുമ്പോ പറയും അത്ര, എന്ത് ചോദിക്കണമെങ്കിൽ എന്നോട് ചോദിക്കാം, അവൻ കടന്നുറങ്ങട്ടെ, അവൻ എന്റെ കൂട്ടുകാരനാണ്. തലഭാഗത്ത് വന്ന് ചോദിക്കുമ്പോഴും ഈ ചെറുപ്പക്കാരൻ പറയും അത്ര, എന്നോട് ചോദിക്കാൻ. കാലിന്റെ ഭാഗത്ത് വരുമ്പോഴും വന്നിട്ട് പറയും എന്നോട് ചോദിക്കാം. ഖബറിൽ ചോദ്യം ചോദിക്കാൻ വിടില്ല. എന്റെ അള്ളാന്റെ റസൂല് പറയുന്ന, നാളെ ഇവിടത്തെ മക്കാമിൽ നിന്ന് ഖബർസ്ഥാനിൽ നിന്ന് ഇങ്ങനെ ചില ആൾക്കാര് തന്റെ തലയിലിരിക്കുന്ന മണ്ണും തട്ടിക്കിട്ട് എഴുന്നേറ്റ് വരുമ്പോ സ്വർഗത്തിലെ വസ്ത്രവും സ്വർണത്തിന്റെ കിരീടവുമായി പുഞ്ചിരിക്കുന്ന മുഖത്തോടെ നമ്മുടെ ഖബറിന്റെ തലഭാഗത്ത് ഒരു ചെറുപ്പക്കാരൻ കാത്തു നിൽക്കും. എഴുന്നേറ്റുടനെ പറയും, സമയമില്ല, പെട്ടെന്ന് എഴുന്നേക്ക് മോനെ, സമയമില്ല, ഇതൊന്ന് ധരിക്ക്. സ്വർഗത്തിന്റെ വസ്ത്രമെടുത്ത് ശരീരത്ത് ധരിപ്പിക്കും, സ്വർണത്തിന്റെ കിരീടമെടുത്ത് തലയിൽ വെച്ചിട്ട് തന്റെ കൈയും പിടിച്ചുകൊണ്ട് അള്ളാന്റെ മുന്നിലേക്ക് നടന്നു ചെല്ലും. പടച്ചവന്റെ മുന്നിലേക്ക് നടന്നു ചെല്ലും. ഈ കയ്യിൽ പിടിച്ചുകൊണ്ട് പോകുമ്പോ നീ ചോദിക്കും, ആരാ മോനെ നീ? ഞാൻ നിന്റെ കൂട്ടുകാരൻ. വിളിച്ചുകൊണ്ട് അള്ളാന്റെ മുന്നിൽ പോയിട്ട് പറയും അത്രേ, പടച്ചവനെ, ഇവന് നീ സ്വർഗം കൊടുക്കണം, ഇവൻ എന്റെ കൂട്ടുകാരനാ, സ്വർഗം കൊടുക്കണം. കൈപിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ പോയി റിദ്വാൻ എന്ന മലക്കിനോട് സലാം പറഞ്ഞ് കവാടങ്ങൾ തുറന്നിട്ട് സ്വർഗത്തിലെ തൂബ എന്ന് പറയുന്ന മരത്തിന്റെ ചുവട്ടിൽ നിന്നെ കൊണ്ടിരുത്തുന്ന ഒരു കൂട്ടുകാരനുണ്ട്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തുന്ന ഒരു കൂട്ടുകാരൻ, ഏറ്റവും നല്ല കൂട്ടുകാരൻ. സ്വർഗത്തിലെ തൂബ എന്ന് പറയുന്ന മരത്തിന്റെ ചുവട്ടില് സ്വർണത്തിന്റെ സിംഹാസനത്തിൽ നിന്നെ കൊണ്ടിരുത്തിയിട്ട് നിന്നോട് സംസാരിക്കുന്ന ഒരു കൂട്ടുകാരനുണ്ട്. ആരാന്നറിയോ? നിന്റെ വീടിനകത്ത് പൊടിയടിച്ചിരിക്കുന്ന അള്ളാന്റെ പരിശുദ്ധ ഖുർആൻ, അന്റെ 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 പരിശുദ്ധ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ. ആ ഖുർആൻ ഓതാനോ തൊടാനോ പോലും മനസ്സോ സമയമോ ഇല്ലാതെ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവനിന്ന് മാഹിയിലെ പെണ്ണിന് മറുപടി പറയാനും, തലശ്ശേരിയിലെ പെണ്ണിന് മറുപടി പറയാനും, മലപ്പുറത്തെ പെണ്ണിന് മറുപടി പറയാനും എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ പറന്നു നടക്കുമ്പോൾ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് പറഞ്ഞു തരികയാണ്. എന്റെ പൊന്നുമോരെ, ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, നിന്റെ പള്ളിക്കകത്തിരിക്കുന്ന പരിശുദ്ധ ഖുർആനിനെ എടുക്കാനുള്ള മനസ്സ് കാണിച്ചാൽ, ഒന്ന് പഠിക്കാനുള്ള മനസ്സ് കാണിച്ചാൽ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിന്റെ വീടിനകത്ത് ടിവിയുടെ അടിയിലിരുന്ന് പൊടിയടിച്ചിരുന്ന് നിനക്കെതിരെ ദുആ ചെയ്യുന്ന, നിനക്കെതിരെ ശപിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ ഖുർആനുണ്ടല്ലോ, ആ അല്ലാഹുവിന്റെ കലാമെന്ന് തുറക്കാ മനസ്സ് കാണിച്ചാൽ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഒരു ചെറുപ്പക്കാരനായ സഹാബി മരണപ്പെടുകയാണ്. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു എന്ന പ്രവാചകന്റെ സഹാബിയുണ്ടല്ലോ, ഈ ലോകത്ത് നിന്ന് യാത്ര പറയുകയാണ്. ആ സഹാബി ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ പടച്ചവന്റെ സിംഹാസനം പോലും കുലുങ്ങുകയാ. പൊന്നുമോരെ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പെണ്ണ് പാടുന്നതിന് മറുപടി പാടി നടക്കണ്ട പൊന്നുമോരെ, വാശി കാണിക്കേണ്ടത് എന്തിനാണെന്നറിയുമോ ചെറുപ്പക്കാരാ? എന്റെ പ്രിയമുള്ള മോനെ, വാശി കാണിക്കേണ്ടത് എന്തിനെന്നറിയുമോ? അന്തല്ലദീ വലദത് ഉമ്മുക ബാക്കിയാ വന്നാസു ഹൗലക യൽഹഖൂന സുറൂറാ വജ്ഹദ് ലിനഫ്സിക അൻ തകൂന ഇദാ ബകൗ ഫീ ഹാലി മൗതിക ലാഹികം മസ്റൂറാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ,
വാസി കാണിക്കേണ്ടത് എപ്പോഴാണെന്നറിയുമോ മോനെ? എന്തിനാണടാ വാസി കാണിക്കേണ്ടതെന്നറിയുമോ? നിന്റെ വീടിനകത്ത് 3 കഷ്ടം തുണിയിൽ നിന്നെ പുതച്ച് കിടത്തുമ്പോൾ എടാ എല്ലാവരും നിന്റെ അടുത്ത് വന്ന് നിന്ന് കരയുമടാ. നീ ജനിക്കുന്ന സമയത്ത് നീ കരഞ്ഞടാ. നിന്റെ ഉമ്മയുടെ വയറ്റിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നപ്പോൾ നിന്റെ ഉമ്മ എത്ര കരഞ്ഞവളാണെങ്കിലും എത്ര വേദന സഹിച്ചവളാണെങ്കിലും നിന്റെ മുഖം കണ്ടപ്പോ നിന്റെ ഉമ്മ വല്ലാതെ പുഞ്ചിരിച്ചു മോനെ. നിന്റെ പ്രിയപ്പെട്ട വാപ്പ ചിരിച്ചടാ. നിന്റെ കൂടപ്പുറപ്പും നാട്ടുകാരും എല്ലാവരും ചിരിച്ചടാ. അവരെല്ലാവരും ചിരിക്കുമ്പോ നീ ഒരുപാട് കരഞ്ഞു മോനെ. നീ കരഞ്ഞു മോനെ. നീ കരയുമ്പോ അവരെല്ലാവരും നിന്റെ ചുറ്റുഭാഗത്ത് നിന്ന് ചിരിച്ചടാ. അതുകൊണ്ട് വാസി വേണം ചെറുപ്പക്കാരാ. അതുകൊണ്ട് വാസി വേണം ചെറുപ്പക്കാരാ. അതുകൊണ്ട് വജ്ഹദിൽ നഫ്സിക അൻ തകൂന ഇദാ ബകൂ ഫി ഹാലി മൗതിക ലാഹികം മസ്റൂറാ. നീ കരഞ്ഞപ്പോ നിന്റെ ചുറ്റുഭാഗത്ത് നിന്ന് ചിരിച്ചവരുണ്ടല്ലോ, അവരെ എല്ലാവരും ഒരു ദിവസം നിന്റെ മുന്നിൽ വന്ന് നിന്ന് കരയുമടാ. 3 കഷ്ടം തുണിയിൽ നിന്റെ വീടിനകത്ത് നിന്നെ പുതച്ചു കിടത്തുമ്പോൾ അവരെല്ലാരും നിന്റെ അടുത്ത് വന്ന് നിന്ന് കരയും മോരെ. അന്ന് അവരോട് ചോദിക്കണം, ഉപ്പാ ഞാൻ കരഞ്ഞപ്പോ നിങ്ങളൊക്കെ ചിരിച്ചില്ലേ? ഞാൻ കരഞ്ഞപ്പോ നീ ചിരിച്ചില്ലേ ഉമ്മ? ഇന്ന് നിങ്ങളെല്ലാം കരയുമ്പോ ഞാൻ ചിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നീ മരിക്കുന്ന ദിവസം ആകാശം കരയണം മോനെ, ഭൂമി കരയണം മോനെ. പള്ളത്തിലെ ഓരോ മണൽത്തരികൾ പോലും നിനക്ക് ഈ മരിച്ചതിന്റെ പേരിൽ കരയണമടാ. ഇവിടത്തെ പുൽച്ചെടികള് കരയണമടാ. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹാബി ഈ ലോകത്തോട് യാത്ര പറയുമ്പോൾ അല്ലാഹുവിന്റെ അർശ് പോലും കുലുങ്ങുകയാണ്. ആകാശവും ഭൂമിയും അതിലുള്ള സർവ്വ വസ്തുക്കളും കരയുകയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഓതാനുള്ള മനസ്സ് കാണിച്ചാൽ കിട്ടുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? നീ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ പടച്ചവന്റെ തൃപ്തിക്ക് വേണ്ടി ഖുർആൻ ഓതാനുള്ള മനസ്സ് കാണിച്ചാൽ എന്റെ പൊന്നുമോനെ, നീ മരിക്കുന്ന ദിവസം ഈ പള്ളത്തിലെ പുൽച്ചെടികൾ പോലും നീ മരിച്ചതിന്റെ പേരിൽ കരയുമടാ. ആകാശവും ഭൂമിയും അതിലുള്ള സർവ്വ വസ്തുക്കളും പൊട്ടിക്കരയുമ്പോൾ ചിരിച്ചുകൊണ്ട് യാത്ര പറയാൻ കഴിയും പൊന്നുപോലെ. രണ്ടാമതായി കിട്ടണ പ്രതിഫലം എന്തെന്നറിയുമോ? സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്ത് ചുമന്നു കൊണ്ടുപോവുകയാണ്. മയ്യത്ത് ചുമന്നു കൊണ്ടുപോവുകയാണ്. സഹാബത്ത് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, മയ്യത്തിന് ഭാരമില്ല നബിയേ, സന്തൂക്കിന് ഭാരമില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, സഹാബാ, മയ്യത്ത് ചുമന്നതാരാണെന്നറിയുവോ? മയ്യത്ത് മലക്കുകളാണ് പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ചുമന്നത്. എടാ പൊന്നുമോരെ, നിന്റെ മയ്യത്ത് പള്ളം പള്ളിക്കകത്തേക്ക് കൊണ്ടുവരുമ്പോൾ സന്തൂക്കില് പിടിക്കേണ്ടത് മലക്കുകളായിരിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? മലക്കുകളെ കൊണ്ട് മയ്യത്ത് ചുമപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതുമുന്നുപോലെ. മൂന്നാമതായി ഖുർആൻ ഓതുന്ന മനുഷ്യന് കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറടക്കാൻ വേണ്ടിയതാ ഖബർ കുഴിക്കുകയാണ്. ഖബർ കുഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഓരോ അടി കുഴിക്കുമ്പോഴും ഖബറിനകത്ത് നിന്ന് സുഗന്ധമടിച്ച് വീശുകയാണ്. വല്ലാത്ത സുഗന്ധമാണ് പൊന്നുപോലെ. എടാ, നിനക്ക് വേണ്ടി ഖബർ കുഴിക്കുന്ന മനുഷ്യന് പറയണം, ഈ ഖബറിനകത്ത് നിന്ന് വല്ലാത്ത സുഗന്ധമാണ്. എന്തൊരു സുഗന്ധമാണ് ഖബറിൽ നിന്നടിച്ച് വീശുന്നത്. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിനെ ഖബറടക്കാര് ഖബർ കുടിച്ചു കൊണ്ടിരുന്ന മനുഷ്യനുണ്ടല്ലോ, ഖബറിൽ നിന്ന് ഒരു പിടി മണ്ണ് വാരി തന്റെ മടിയിൽ വെക്കുകയാണ്. ഒരു പിടി മണ്ണെടുത്ത് തന്റെ മടിയിൽ വെക്കുകയാ. വീട്ടിലേക്ക് ഖബറടക്കിയിട്ട് നടന്നു പോവുകയാണ്. മഹാനായ ഇബ്നു ഹജർ തങ്ങൾ പഠിപ്പിക്കുകയാണ്, ആ മനുഷ്യനതാ വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട് തന്റെ കരയിലിരിക്കുന്ന മണ്ണങ്ങോട്ടെടുത്തു നോക്കുകയാണ്. അവിടുന്ന് നോക്കുമ്പോ ആ ചെറുപ്പക്കാരനായ സഹാബിക്ക് വേണ്ടി കുടിച്ച ഖബറിലെ മണ്ണുണ്ടല്ലോ, അത് കസ്തൂരിയായിരിക്കുകയാണ്. ആ മനുഷ്യനതാ പാതിരാത്രി
പതിരാത്രിയിൽ സ്വപ്നം കാണുകയാണ്. മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു ആ ഖബർ കുഴിച്ച മനുഷ്യന് സ്വപ്നം കാണുമ്പോൾ അവിടുന്ന് ചോദിച്ചു, സഅദേ, നീ മരിച്ചപ്പോ ആകാശവും ഭൂമിയും പൊട്ടിക്കരഞ്ഞല്ല സഅദേ? നിന്റെ മയ്യത്ത് ചുമന്നു കൊണ്ടുവന്നത് മലക്കുകളാണല്ലോ. നിന്റെ മയ്യത്ത് ഖബറടക്കാൻ കുഴിക്കുമ്പോ ആ ഖബറിൽ നിന്ന് സുഗന്ധമടിച്ചു വീശിയല്ലോ. ആ ഖബറിലെ മണ്ണ് പോലും കസ്തൂരിയായിരിക്കുന്നല്ലോ. ഇത്ര വലിയ മഹത്വം കിട്ടാൻ സഅദേ എന്താ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു സ്വപ്നത്തിൽ പറഞ്ഞു കൊടുക്കുകയാ, ഞാൻ പിടിച്ച നോമ്പും ഞാൻ ഓതിയ പരിശുദ്ധ ഖുർആനിന്റെ പ്രതിഫലമാണെന്ന് പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ഖുർആൻ ഓതാ തയ്യാറാകുമോരെ? നിന്നെ പോലെ ഒരു ചെറുപ്പക്കാരനായിരുന്നു പൊന്നുപോരെ. മയ്യത്ത് ചുമന്നത് മലക്കുകളാ പൊന്നുപോരെ. ഖബറിനകത്ത് നിന്ന് സുഗന്ധമടിച്ച് വീശി പൊന്നുമോരെ. എന്റെ പ്രിയപ്പെട്ട പെങ്ങൾക്ക് എല്ലാവരെയും അറിയാം. ഏത് സീരിയൽ നടിയെ കുറിച്ച് ചോദിച്ചാലും എന്റെ പെങ്ങൾക്കറിയാം. ഏത് സീരിയൽ നിർത്തിയത് എവിടെയാണെന്ന് ചോദിച്ചാലും എന്റെ ഉമ്മയ്ക്കറിയാം. എന്തെല്ലാം കഥകൾ ചോദിച്ചാലും, ഏത് നോവലിനെ കുറിച്ച് ചോദിച്ചാലും, ഏത് സിനിമാ താരത്തെ കുറിച്ച് ചോദിച്ചാലും എന്റെ പള്ളത്തുള്ള പെങ്ങൾക്ക് പറയാ വല്ലാത്ത സന്തോഷമാണ്, പറയാമല്ലാത്ത സന്തോഷമാ. പക്ഷേ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിനക്ക് വേണ്ടി ഒന്നും പറഞ്ഞില്ലെന്ന് നീ പരാതി പറയല്ലേ. ആരാണ് നഫീസത്തുൽ മിസ്രി എന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു തആല അൻഹയുടെ ചരിത്രം അറിയുമോ? നഫീസത്ത് മാലയൊന്നെടുത്ത് വെച്ചോതാൻ കഴിഞ്ഞിട്ടുണ്ടോ? നിന്നെ പോലെ ഒരു ചെറുപ്പക്കാരിയായിരുന്നു, നിന്നെക്കാളും സൗന്ദര്യമുള്ളവളാ, നിന്നെ പോലെ വികാരമുള്ളവളാ, പച്ചമാംസവും ശരീരവുമുള്ള പെണ്ണായിരുന്നു. നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു തആല അൻഹയുണ്ടല്ലോ, പരിശുദ്ധ ഖുർആൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഖബറിനെ കുറിച്ചുള്ള ആയത്ത് ഓതുകയാണ്, അദാബിനെ കുറിച്ചുള്ള ആയത്ത് കേൾക്കുകയാണ്. തന്റെ വീട്ടിലേക്ക് പ്രഭാഷണം കഴിഞ്ഞ് മടങ്ങി പോവുകയാണ്. തന്റെ കൂരയ്ക്കകത്തേക്ക് കടന്നു ചെന്ന് അന്ന് വരെ നിസ്കരിച്ചു കൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് മുസല്ലയെടുത്തു മാറ്റുകയാണ്. മുസല്ലയെടുത്ത് മാറ്റിയിട്ട് വീടിന്റെ മൂലയിലേക്ക് കടന്നു ചൊല്ലുകയാണ്. മണ്ണ് കുടിക്കുന്ന ആയുധം എടുത്തു കൊണ്ടുവരികയാണ്. വീടിനകത്ത് നമസ്കരിച്ചു കൊണ്ടിരുന്ന സ്ഥലത്ത് കബറ് കുടിക്കാൻ തുടങ്ങുകയാ. പൊന്നുമോളെ, ഇന്ന് വരെ കബറ് കുടിച്ചിട്ടുണ്ടോ? ഇന്ന് വരെ കബറ് കണ്ടിട്ടുണ്ടോ? ഇന്ന് വരെ പള്ളിക്കാട്ടില് പോയിട്ടുണ്ടോ? അവിടെ പോകേണ്ടവളാണെന്ന് നിനക്ക് വിചാരമുണ്ടോ? നിന്നെ പോലെ ഒരു പ്രിയപ്പെട്ട പെങ്ങളുണ്ടല്ലോ, വീടിനകത്ത് കബറ് കുടിക്കുകയാണ്. ദിവസങ്ങൾ കടന്നു പോവുകയാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ നോമ്പ് പിടിച്ചിട്ട് പാതിരാത്രികൾ മുഴുവനും ആരുമറിയാതെ വീടിനകത്ത് കബറ് കുടിച്ചു കൊണ്ടിരിക്കുകയാണ്. കബറിന്റെ പണി അങ്ങോട്ട് പൂർത്തിയാകുമ്പോൾ നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു തആല അൻഹ വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങുകയാണ്. കുളിച്ചു ശുദ്ധിയാവുകയാണ്. വീടിനകത്തേക്ക് കടന്നു വരികയാണ്. നമസ്കരിക്കാറുള്ള മുസല്ല എടുക്കുകയാണ്. വിളക്കെടുത്ത് അങ്ങോട്ട് മാറ്റി വെക്കുകയാണ്. തനിക്ക് വേണ്ടി കുടിച്ചിട്ട ഖബറിനകത്തേക്ക് ഇറങ്ങിയിരുന്നിട്ട് നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു തആല അൻഹ 10,000 റക്അത്തോളം നിസ്കരിക്കുകയാ. 10,000 റക്അത്തോളം സ്വന്തമായി ഖബർ ഖബറിനകത്തിറങ്ങിയിരുന്ന് നിസ്കരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമസ്കാരം അങ്ങോട്ട് കഴിയുമ്പോ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ എടുക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരുടെ വീട്ടിൽ അലമാരിയുടെ മുകളിൽ പൊടിയടിച്ചിരിക്കുന്ന ഖുർആൻ, ഒന്ന് തുറന്നു നോക്കാത്ത ഖുർആൻ, ഒരു സൂറത്ത് പോലും ഓതാത്ത ഖുർആൻ, ഒരു 10 സൂറത്ത് പോലും ഹൃദയത്തിൽ കൊണ്ടു നടക്കാത്ത പെങ്ങള്, ഒരു യാസീനെങ്കിലും ഇന്നത്തെ ദിവസം ഓതാത്ത പെങ്ങള്, നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു തആല അൻഹ ഖബറിനകത്തിരുന്നിട്ട് 6000 പ്രാവശ്യം അലിഫ് ലാം മീം അവിടെ മുതൽ മിനൽ ജിന്നതി വന്നാസ് 6000 പ്രാവശ്യമാ ഖത്തം ഓതി തീർത്തത്. 6000 പ്രാവശ്യം ഖബറിനകത്തിറങ്ങിയിരുന്ന് ഓതി തീർക്കുകയാ. എന്റെ പള്ളത്തുള്ള പെങ്ങളെ,
ഒരു പ്രാവശ്യമെങ്കിലും മോളെ നിന്നെ കൊണ്ട് ഓതി തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? പർദ്ദ ധരിച്ചുകൊണ്ട് മുസ്ലിം എന്ന് പറഞ്ഞ് എന്റെ പ്രിയപ്പെട്ട പെങ്ങള് നടക്കുകയാണ്. മോളെ, എന്തിനാ നീ പർദ്ദ ധരിക്കുന്നത്? ഒരു ഖത്തം നിന്റെ ജീവിതത്തിൽ ഓതി തീർക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ മുസ്ലിം എന്ന് പറഞ്ഞ് നടക്കല്ല പെങ്ങളെ. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹു എന്നും നോമ്പുകാരിയാണ്. രാത്രി ഉറക്കമില്ല, നമസ്കാരവും ഖുർആനും ഓതിക്കൊണ്ടിരിക്കുകയാണ്. തന്റെ കുടുംബക്കാര് കടന്നു വരികയാണ്. അവിടെന്ന് പറയുന്നു, നഫീസ പട്ടിണി കിടക്കല്ലേ നഫീസ, ഒരു ദിവസമെങ്കിലും ആഗ്രഹാഹാരം കഴിക്കു നഫീസ, ഒരു രാത്രിയെങ്കിലും ഒന്നുറങ്ങു നഫീസ, ഇല്ലെങ്കിൽ നീ പട്ടിണി കിടന്ന് മരിച്ചു പോകുമെന്ന് പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം പെണ്ണേ, നിന്നെ പോലെ ഒരു സുന്ദരിയായ പെണ്ണ് പറയുകയാണ്, 30 വർഷക്കാലമായി രാവിലെ മുതൽ വൈകുന്നേരം വരെ നോമ്പ് പിടിച്ച് അല്ലാഹുവിന് വേണ്ടി നമസ്കരിച്ച് ഖുർആൻ ഓതിയിട്ട് അല്ലാഹുവോട് ചോദിക്കുന്നത് രണ്ട് കാര്യമാ. എന്താ ചോദിക്കുന്നതെന്നറിയുമോ? പടച്ച റബ്ബേ, അസ്റായിലിനെ കണ്ടുമുട്ടുന്ന ദിവസം എന്നെ ഒരു നോമ്പുകാരിയാക്കണേ അല്ലാ. നിന്റെ ഖുർആൻ ഓതി എന്നെ മരിപ്പിക്കണേ റബ്ബേ. തന്റെ കുടുംബക്കാര് മടങ്ങി പോവുകയാണ്. ദിവസങ്ങൾ കഴിയുകയാണ്. തന്റെ മരണം അങ്ങോട്ടെടുക്കുകയാണ്. മരണത്തിന്റെ സമയമെത്തുമ്പോൾ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ വീടിന്റെ വെളിയിലേക്ക് പോയി കുളിക്കുകയാണ്. വളരെ സൂക്ഷ്മതയോടുകൂടി അവസാനത്തെ കുളിയാണ്. കുളിച്ചിട്ട് തന്റെ വീടിനകത്തേക്ക് കടന്നു വരികയാണ്. തനിക്ക് വേണ്ടി വാങ്ങി വച്ചിരിക്കുന്ന കഫൻ തുണി എടുക്കുകയാണ്. തനിക്ക് വേണ്ടി വാങ്ങി വച്ചിരിക്കുന്ന കഫൻ തുണി എടുക്കുകയാ. സ്വന്തമായിട്ട് കുടിച്ചിട്ട കബറിന്റെ ഓരത്ത് പോയിട്ട് കാത്തു കിടക്കുകയാണ്. ആ അവസരത്തിൽ അതാ ആകാശത്തിന്റെ കവാടങ്ങൾ കീറി മുറിച്ചുകൊണ്ട് മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം കടന്നു വരികയാണ്. പുഞ്ചിരിക്കുന്ന മുഖത്തോട് സലാം പറഞ്ഞു സ്വീകരിക്കുകയാണ്. ഒന്നാമത്തെ ആഗ്രഹം സാധിച്ചിരിക്കുകയാണ്. ഇസ്രായേലിനെ കണ്ടുമുട്ടുന്ന ദിവസം നോമ്പുകാരിയാണ്. മരിക്കുന്ന ദിവസം നോമ്പുകാരിയാണ്. ഇസ്രായേൽ അലൈഹിസ്സലാം വീടിനകത്തേക്ക് കടന്നു വന്നിട്ട് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹയുടെ റൂഹ് അങ്ങോട്ട് പിടിക്കാൻ തുടങ്ങുകയാ. വേദന സഹിക്കാൻ കഴിയുന്നില്ല പെങ്ങളെ, വേദന സഹിക്കാൻ കഴിയുന്നില്ല പെങ്ങളെ. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹയുടെ റൂഹ് അങ്ങോട്ട് പിടിച്ചുകൊണ്ടിരിക്കുമ്പോ വേദന സഹിക്കാൻ കഴിയാതെ കണ്ണങ്ങോട്ട് നിറയുകയാ പോരെ. അവസരത്തിൽ അതാ മലക്കുകൾ കടന്നു വരികയാണ്. എന്നിട്ട് പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തോതി കൊടുക്കുകയാണ്. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഇബാദി വദ്ഖുലി ജന്നതി. മലക്കുകൾ കടന്നു വന്നിട്ട് പറയുന്നു, മലക്കുകൾ കടന്നു വന്നിട്ട് പറയുകയാണ്, ഏ നഫീസ, കരയണ്ട നഫീസ, വേദനിക്കണ്ട നഫീസ, ദുഃഖിക്കണ്ട നഫീസ, നോക്ക് നഫീസ, നിന്റെ റൂഹിനെ സ്വീകരിക്കാൻ മലക്കുകൾ തിക്കും തിരക്കുമാണ് നഫീസ. ആകാശത്തിന്റെ കവാടങ്ങൾ തുറന്നിട്ട് കാത്തു നിൽക്കുകയാണ്. അതുകൊണ്ട് ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫി ഇബാദി വദ്ഖുലി ജന്നതി. മലക്കുകൾ അങ്ങോട്ട് സ്വാഗതമരുളുകയാണ്. മലക്കുകൾ സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. തന്റെ ഒന്നാമത്തെ ആഗ്രഹം നടന്നിരിക്കുകയാ. നോമ്പുകാരിയായി മരിക്കണമെന്ന് ആഗ്രഹം നടന്നു. രണ്ടാമത്തെ ആഗ്രഹം എന്തെന്നറിയുമോ? കബർ കുടിച്ചിട്ട് കബറിനകത്തിറങ്ങിയിരുന്ന് 6000 പ്രാവശ്യം ഓതി തീർത്ത പരിശുദ്ധ ഖുർആൻ ഓതി മരിക്കണമെന്നാണ് രണ്ടാമത്തെ ആഗ്രഹം.
ആഗ്രഹം തന്റെ മരണം അങ്ങോട്ടെടുക്കുമ്പോ പരിശുദ്ധ ഖുർആൻ എടുക്കുകയാണ്, അല്ലാഹുവിന്റെ കലാം എടുക്കുകയാ. എന്നിട്ട് എന്റെ പെങ്ങളെ ഒരായത്തോതുകയാ മോളെ, ഒരായത്തോതുകയാ മോളെ. മരിക്കുമ്പോ ആയത്തോതി മരിക്കണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടോ? അതിനെന്താ ചെയ്യേണ്ടതെന്നറിയുമോ? ഇന്ന് വീട്ടിലേക്ക് മടങ്ങി പോകണേ, ഒന്നുമെടുത്തിട്ട് പരിശുദ്ധ ഖുർആൻ എടുത്തിട്ട് അതിന്റെ മുകളിലിരിക്കുന്ന പൊടി തുടച്ച് കളയണം. എന്നിട്ടൊരു സൂറത്തോതണം. എന്നിട്ട് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് അല്ലാഹുവേ അറിവില്ലാതെ പ്രവർത്തിച്ചതാണല്ലാ, പൊറുത്തു തരണേ എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൗബ ചെയ്യണേ. നഫീസത്തുൽ ബസ്രി റളിയല്ലാഹു തആല അൻഹയുടെ മരണമെടുത്തപ്പോ ഒരായത്തോതിയിട്ടാ മരിച്ചുപോയത്. ഏതായത്താ ഓതിയതെന്നറിയുമോ? ലഹും ദാറുസ്സലാം, ലഹും ദാറുസ്സലാം ഇൻദ റബ്ബിഹിം വഹുവ വലിയുഹും ബിമാ കാനൂ യഅമലൂൻ. സ്വർഗത്തിന്റെ ആയത്തോതിയിട്ട് മരിക്കുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നാളെ നിന്റെ കൈപിടിച്ചുകൊണ്ട് സ്വർഗത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച സ്വർഗത്തിന്റെ സ്വർണത്തിന്റെ കിരീടം നിന്റെ തലയിൽ വെച്ചിട്ട് നിന്റെ കൈ പിടിച്ചുകൊണ്ട് പടച്ചവന്റെ മുന്നിൽ ചെന്നിട്ട് അല്ലാഹുവേ ഇവക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ, ഇവന് നീ സ്വർഗം കൊടുക്കണേ അല്ലാ എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ട് നിന്നെ സ്വർഗത്തിലെ തൂബ എന്ന് പറയുന്ന മരത്തിന്റെ ചുവട്ടിൽ കൊണ്ടിരുത്തുന്ന ഖുർആൻ ഓതാൻ എന്റെ പ്രിയപ്പെട്ടവരെ തീരുമാനിക്കണേ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഹിസാബില്ലാതെ സ്വർഗത്തിൽ കിടക്കുന്ന 4ാമത്തെ വിഭാഗം അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ഖുർആൻ ഓതിയവരാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, പടച്ചവന്റെ തൃപ്തിക്ക് വേണ്ടി ഖുർആൻ ഓതിയവർ ഇവർ നാളെ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കിടക്കും. അല്ലാഹു ആ വിഭാഗത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് ഒരു കാര്യം കൂടെ പറഞ്ഞു ദുആ ചെയ്ത് പിരിയാം. ഒരേ ഒരു കാര്യം. ഈ കാര്യം എന്താ? ഈ കാര്യം ഒന്നാമത് ഞാൻ പറഞ്ഞു, എന്തുണ്ടായാലും ക്ഷമിക്കണം. വിപത്തുകൾ ഉണ്ടാകുമ്പോൾ ക്ഷമിക്കണം. അത് വല്ലാത്ത ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. വല്ല എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ക്ഷമിക്കുക എന്ന്. രണ്ടാമത് പറഞ്ഞു, തഹജ്ജുദ് നിസ്കരിക്കണം. രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് ഉസ്താദെ. എങ്ങനെയെങ്കിലും വാട്സപ്പിൽ നെറ്റൊക്കെ നോക്കി കിടക്കുമ്പോൾ തന്നെ 2 മണിയാകും. പിന്നെ എഴുന്നേറ്റ് വലിയ ബുദ്ധിമുട്ടാ, വേണ്ട. 3, അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, നിനക്ക് ക്യാൻസർ രോഗമാണെന്നറിയുമ്പോൾ ആദ്യം അൽഹംദുലില്ലാ എന്ന് പറയും. അതും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം. 4, പരിശുദ്ധ ഖുർആൻ ഓതണം. അതും ബുദ്ധിമുട്ടുള്ള കാര്യം. പോട്ട്. ഈ 4 കാര്യം പോട്ട്. എളുപ്പമുള്ള ഒരു കാര്യം പറയും. ഈ 4 കാര്യം കളഞ്ഞാലും ഇനി എളുപ്പമുള്ള ഒരു കാര്യം പറയാം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, 5 വഖത്ത് നമസ്കാരത്തിന് ശേഷം ഒരു ദിക്ർ പറഞ്ഞ നാളെ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടക്കാൻ കഴിയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 5 വഖത്ത് നമസ്കാരത്തിന് ശേഷം ഒരു ദിക്ർ പറഞ്ഞാൽ മതി, ഹിസാബില്ലാതെ സ്വർഗത്തിൽ കിടക്കാം. ഇതെങ്കിലും ചെയ്തുകൂടെ? ഇൻഷാ അല്ലാഹ് ചെയ്യുമെന്നുള്ളവർ കൈവയ്ക്കും. ഈ ഒരു ദിക്ർ നിത്യമായിട്ട് ചെയ്യുന്നുള്ളവർ ഈ ഒരു ദിക്ർ, അല്ലാഹുവേ പടച്ചവനെ ഈ കൈപൊക്കിയവർക്കൊക്കെ അല്ലാഹുവേ നിന്റെ പ്രവാചകന്റെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസറിൽ വെള്ളം വാങ്ങി കുടിക്കാൻ ഭാഗ്യം കൊടുക്കണേ പടച്ചവനെ. അല്ലാഹുവേ നാളെ ഹിസാബില്ലാതെ ലക്ഷക്കണക്കിന് ആൾക്കാർ പോകുമ്പോൾ ഈ കൈപൊക്കിയവരെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ 5 വഖത്ത് നമസ്കാരത്തിന് ശേഷം ഒരു ദിക്ർ പറയാൻ പോലും മനസ്സില്ലാതെ കൈപൊക്കാതിരുന്നവരുടെ കാര്യത്തിൽ നീ തീരുമാനം എടുക്കണേ പടച്ചവനെ. ആമീൻ പറയുന്നു. ഇതുപോലും ചെയ്യാത്തവന് പിന്നെ എന്ത് സ്വർഗം? ഇതുപോലും ചെയ്യാത്തവൻ അല്ലാഹുവേ കൈ പൊക്കാത്തവരുടെ കാര്യത്തിൽ നീ തീരുമാനം എടുക്കണേ പടച്ചവനെ. ആമീൻ പറയുന്നേ, ആമീൻ പറയുന്നേ. ഈ ഒരു ദിക്റെങ്കിലും ചെയ്യുന്ന ഒരവസരം കൂടെ, ഈ ഒരു ദിക്ർ നിസ്കാരത്തിന് ശേഷം പറയാൻ ആഗ്രഹമുള്ളവരെന്ന് കൈപൊക്കി. ഇതങ്ങ് ആദ്യമായ പോയായിരുന്നു. ഇതാദ്യം ഇതങ്ങനെ ചില എങ്ങനെയാണല്ലോ ഉസ്താദെ, ആരൊക്കെ പറഞ്ഞാലും നന്നാവൂല ചില ആൾക്കാർ. ആര് വന്ന് ഉപദേശിച്ചാലും നന്നാക്കാത്ത ചില ആൾക്കാരുണ്ട്. ശൈത്താന്റെ കഥ ഞാൻ എപ്പോഴും പറയാറുണ്ട്. മൂസാ നബി ഇങ്ങനെ മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോൾ ശൈത്താൻ ഓടി വന്നു.
എന്നിട്ട് പറഞ്ഞു, മൂസ, ഞാൻ ഒരുപാട് പാപങ്ങളൊക്കെ ചെയ്തു പോയി, എനിക്കൊന്ന് പശ്ചാത്തപിക്കാൻ വല്ലാത്ത ആഗ്രഹം, എനിക്കൊന്ന് തൗബ ചെയ്യണം. ഞാൻ ദുആ ചെയ്താൽ ചിലപ്പോൾ അല്ലാഹ് സ്വീകരിക്കില്ല, നീ പ്രവാചകനാണല്ലോ, പ്രവാചകന്റെ ദുആ സ്വീകരിക്കും, നീ ഒന്ന് ദുആ ചെയ്യും. ശൈത്താൻ വന്ന് പറഞ്ഞപ്പോൾ മൂസാ നബിക്ക് വല്ലാത്ത അത്ഭുതം. അള്ളാഹു, ശൈത്താൻ നന്നാവുമ്പോ, ശൈത്താൻ തൗബ ചെയ്താൽ പിന്നെ എല്ലാരും നന്നായില്ലേ, എല്ലാരും രക്ഷപ്പെട്ടില്ലേ? മൂസാ നബി ദുആ ചെയ്തപ്പോ കുറെ കഴിഞ്ഞപ്പം ശൈത്താൻ ചോദിച്ചു, എന്തു പറഞ്ഞു അല്ലാഹ്, എന്തു പറഞ്ഞു എന്റെ തൗബയെ കുറിച്ച്? തൗബ സ്വീകരിച്ചോ ഇല്ലയോ? മൂസാ നബി പറഞ്ഞു, അല്ലാഹ് ഒറ്റ കണ്ടീഷനെ പറഞ്ഞു, ഒരു കണ്ടീഷൻ. ശൈത്താൻ ചോദിച്ചു, എന്താ കണ്ടീഷൻ? അല്ല, ആദം നബിയുടെ ഖബറിന്റെ മുന്നിൽ പോയി ഒന്ന് സുജൂദ് ചെയ്യണം, എന്നിട്ട് ദുആ ചെയ്താൽ സ്വീകരിക്കാം. അപ്പൊ ശൈത്താൻ എന്താ പറഞ്ഞതറിയോ? എന്താ പൊന്ന് ചങ്ങാതി, അല്ലാഹ് നേരിട്ട് എന്നോട് പറഞ്ഞ് ആദം ജീവിച്ചിരുന്നപ്പോ ഒന്നും ചെയ്യാം, അന്ന് ചെയ്തിട്ടില്ല, ഇനി മരിച്ചതിന് ശേഷം പണി നോക്കി പോകാൻ. അതുപോലെ ചില ആൾക്കാർ അങ്ങനെ ഉണ്ട്, അവർക്ക് എത്ര പറഞ്ഞാലും എന്തേലും അങ്ങോട്ട് ഇറങ്ങില്ല. പൊന്നു സിറാജ, നീയല്ല നിന്റെ വാപ്പ കബറിനകത്തുനിന്ന് പറഞ്ഞാലും ഞാൻ കൈവെക്കൂല, നീ പൊക്കണ്ട. ചിലപ്പോ അവിടെ ചെല്ലുമ്പോ ഈ പൊക്കാത്തതിന്റെ പേരിലായിരിക്കും നിനക്ക് നരകം കിട്ടുന്നത്. അള്ളാഹു വിഭാഗത്തിൽ നിന്ന് കാക്കുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് 10 മണി വരെയാണ് എന്റെ സമയം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ ദുആയും കൂടെ പറഞ്ഞ് സ്വർഗത്തിൽ ഒരു മരവും നട്ടിട്ട് നമുക്ക് ഇവിടെ എഴുന്നേറ്റ് പോകാം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത്, ഒരു 10 മിനിറ്റ് ഞാൻ സംഘാടകരോട് എക്സ്ട്രാ ചോദിക്കുകയാണ്. ഹാരിസിക്കായോടും യൂസുഫിക്കായോടും ഒരു 10 മിനിറ്റ് ഞാൻ കൂടുതൽ ചോദിക്കുകയാണ്. ഒരു 10 മണിക്ക് നിർത്തണമെന്ന് പറഞ്ഞു. ഒരു കാര്യമെങ്കിലും ഞാൻ പറയാതെ പോയാ ഇവിടെ കഴിഞ്ഞ വർഷം വന്നപ്പോഴും ഞാനൊരു കാര്യം പറഞ്ഞിട്ട് പോയി, ഈ വർഷം വന്നപ്പോഴൊരു കാര്യം പറഞ്ഞിട്ട് പോകാൻ ആഗ്രഹിക്കുക. ഞാൻ നൗഷാദ് ബാക്കവയും കൂടി അടുത്തൊരു മരണ വീട്ടിൽ പോയി. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എന്റെ മനസ്സിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത്, ഒന്ന്, എന്റെ വാപ്പയുടെ മയ്യത്ത് നമസ്കരിച്ചത് ഒരു ഹാഫിളായിരുന്നു. അന്ന് മുതലേ ഹാഫിളിങ്ങളോട് എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്. എന്റെ മോനെ ഹാഫിളാക്കണമെന്ന് വല്ലാത്ത ആഗ്രഹം. ഞാനിങ്ങനെ കഅബയിൽ ഉംറയ്ക്ക് പോയപ്പോ ഗാർ ഗുഹയിലേക്ക് 45 മിനിറ്റോളം കഷ്ടപ്പെട്ട് നടന്ന് സുഖമില്ലാതെ അതിന്റെ മുകളിൽ പോയി നോക്കിയപ്പോ എല്ലാവരും ആ ഗുഹയ്ക്കകത്ത് കയറി 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ദുആ ചെയ്യും. എല്ലാവരും സ്വർഗം ചോദിക്കും, ചിലർ ഈമാൻ കിട്ടി മരിക്കാൻ, ഇങ്ങനെ ഓരോ കാര്യങ്ങളാണ് ചോദിക്കണം. അപ്പൊ എന്റെ കൂടെ 5 പേരുണ്ടായിരുന്നു. ഞാൻ എല്ലാവരോടും ചോദിച്ചപ്പോ ഒരാൾ സ്വർഗം ചോദിച്ചു, ഒരാൾ ഈമാനോടുകൂടി മരിക്കണമെന്ന്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാ ചോദിച്ചത്. അവരെന്നോട് ചോദിച്ചു, ഉസ്താദ് എന്താ ചോദിച്ചത്? ഞാൻ എന്താ ചോദിച്ചെന്നറിയോ? അതിനകത്ത് പോയി 2 റക്അത്ത് നിസ്കരിച്ചിട്ട് അള്ളാഹിനോട് ആദ്യം ചോദിച്ചത്, പടച്ചവനെ, ഒരു ഹാഫിളായ മകനെ നീ എനിക്ക് നൽകണേ പടച്ചവനെ, എന്റെ മയ്യത്ത് നിസ്കരിക്കാൻ ഒരു ഹാഫിളായ മകനെ നീ എനിക്ക് നൽകണേ എന്ന് ഞാൻ അള്ളാഹിനോട് ചോദിച്ചു. ഇത് ചോദിക്കാനുള്ള കാരണം എന്താണെന്നറിയോ? എന്റെ പ്രിയമുള്ളവരെ, ഞാനും നൗഷാദ് ബാക്കവിയും കൂടെ ഞങ്ങൾക്ക് ഭക്ഷണം തരുന്ന, ഞങ്ങൾ 2 പേരും ഒരുമിച്ച് ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോ ഞങ്ങൾക്ക് ഭക്ഷണം തന്ന ഒരു ചെറുപ്പക്കാരൻ, ഓട്ടോ ഓടിച്ച് ജീവിക്കുന്ന ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരന്റെ ഭാര്യ മരിച്ചു എന്നറിഞ്ഞിട്ട് ഞങ്ങൾ 2 പേരും കൂടെ കാണാൻ പോയി. ഞങ്ങൾ 2 പേരും കൂടെ കാണാൻ പോയപ്പോ ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ, 2 ആൺകുട്ടികളാണുള്ളത്. 13 വയസ്സുള്ള ഒരു മകൻ ഇർഫാൻ, 9.5 വയസ്സുള്ള സുഫിയാൻ എന്ന് പറയുന്ന 2 മക്കൾ. ഈ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ ഞങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ട്, ഉസ്താദെ, ഇതുപോലെ 2 മക്കളെ എനിക്ക് പ്രസവിച്ചു തന്നിട്ടാണല്ലോ എന്റെ ഭാര്യ മരണപ്പെട്ടു പോയത്. വളരെ അത്ഭുതം തോന്നി. ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ ഇത് പറഞ്ഞിട്ട് വെള്ളം എടുക്കാൻ വീടിനകത്തേക്ക് കയറിപ്പോയപ്പോ അടുത്ത് നിന്ന ഒരു സഹോദരനോട് ചോദിച്ചു, എന്തേ ഇങ്ങനെ പറയാനുള്ള കാരണം? ആ അവസരത്തിൽ ആ ചെറുപ്പക്കാരൻ പറയാ, ഉസ്താദെ, ഈ സഹോദരന്റെ മൂത്ത മകൻ, ഈ നിൽക്കുന്ന ഇർഫാൻ എന്ന മകൻ ഹാഫിളാണ്. അവസാനം ഉമ്മയുടെ മയ്യത്ത് പള്ളിക്കകത്തേക്ക് കൊണ്ടുവച്ചപ്പോ, നമസ്കരിക്കാൻ മയ്യത്ത് കൊണ്ട് പള്ളിക്കകത്ത് വെച്ചപ്പോൾ ഒരുപാട് ആലിമീങ്ങൾ ഉണ്ടായിരുന്നു, ഹാഫിളീങ്ങൾ ഉണ്ടായിരുന്നു, പ്രായമുള്ളവരുണ്ടായിരുന്നു. ഈ പയ്യൻ തന്റെ അനിയന്റെ കൈ പിടിച്ചുകൊണ്ട് ഇമാമിന്റെ മുന്നിൽ ചെന്നിട്ട് പറഞ്ഞു, അത്രേ ഉസ്താദെ, ഇതെന്റെ ഉമ്മയുടെ മയ്യത്ത, ഹാഫിളായ ഞാനേ നിന്ന് നിസ്കരിക്കാവൂ, എന്റെ ഉമ്മ എന്നോട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ആ പൊന്നുമോൻ കയറി നിന്ന് മയ്യത്ത് നിസ്കരിച്ചു. ആ ഹാഫിളായ പൊന്നുമകൻ കയറി തന്റെ ഉമ്മയുടെ മയ്യത്തിന്റെ മുന്നിൽ നിന്ന് നിസ്കരിച്ചിട്ട് ആ പൊന്നുമകൻ ആ മയ്യത്തിന്റെ മുന്നിൽ നിന്ന് ദുആ ചെയ്തു. അല്ലാഹുവേ, പടച്ചവനെ, എന്റെ ഉമ്മയ്ക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ, എന്നെ ഖുർആൻ പഠിപ്പിക്കാൻ കൊണ്ട് വിട്ടവളാണല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ ഉമ്മയുടെ മയ്യത്തിന്റെ മുൻഭാഗത്ത് നിന്ന് കരഞ്ഞ് ദുആ ചെയ്ത് ഉമ്മയുടെ മയ്യത്തിന്റെ മുന്നിലേക്ക് തലകറങ്ങി ബോധരഹിതനായി തളർന്നു വീഴുകയാണ്. തന്റെ ഉമ്മയുടെ മയ്യത്ത് പള്ളിക്കാട്ടിലേക്ക് കബറടക്കാൻ എടുക്കുമ്പോ ജനങ്ങളാ 13 വയസ്സുള്ള പൊന്നുമകന്റെ ശരീരം എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് ഓടുകയാണ്. അവസാനം എന്റെ പ്രിയപ്പെട്ട
പ്രിയപ്പെട്ടവരെ, ആ ചെറുപ്പക്കാരൻ വന്ന് കൈപിടിച്ച് കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, ഉസ്താദേ, പടച്ചവൻ എന്റെ പാപം പുറത്തു തരുമോ? എന്റെ പാപം പടച്ചവന് പുറത്തു തരുമോ? ആ സഹോദരനോട് ചോദിച്ചു, എന്താണ് സംഭവം എന്ന് ചോദിക്കുമ്പോൾ ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ പറയുന്നു, ഉസ്താദ്, എന്റെ പൊന്നുമക്കളോട് എനിക്ക് വല്ലാത്ത സ്നേഹമായിരുന്നു. എനിക്ക് ഖുർആൻ ഓതാൻ അറിയില്ല. എന്റെ പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ, എവിടെയോ പോയി പ്രഭാഷണം കേൾക്കുകയാണ്, ഖുർആൻ പഠിപ്പിക്കുന്നതിന്റെ മഹത്വം മനസ്സിലാക്കുകയാണ്. എന്നിട്ട് എന്റെ മുന്നിൽ വന്നിട്ട് മൂത്ത മകനെ ഖുർആൻ പഠിപ്പിക്കാൻ വിടണമെന്ന് പറഞ്ഞു. ഞാൻ അനുവാദം കൊടുത്തില്ല. ആ പെണ്ണിന് ഞാൻ അനുവാദം കൊടുത്തില്ല. അവസാനം തമിഴ്നാട്ടിലേക്ക് ഒരു ജോലിക്ക് വേണ്ടി, ഒരാഴ്ചയിൽ ജോലിക്ക് വേണ്ടി ഞാൻ പോകുമ്പോൾ എന്റെ അനുവാദമില്ലാതെ എന്റെ ഭാര്യയുണ്ടല്ലോ, എന്റെ പൊന്നുമകനെ കൊണ്ട് ഖുർആൻ പഠിപ്പിക്കാൻ വിടുകയാണ്. വീട്ടിലേക്ക് മടങ്ങി വന്നപ്പോൾ എന്റെ പൊന്നുമകനെ കാണാറില്ല. ഭാര്യയോട് ചോദിച്ചപ്പോൾ എന്റെ അനുവാദമില്ലാതെ പഠിക്കാൻ വിട്ടിരിക്കുകയാണ്. വിവാഹം കഴിച്ചതിന് ശേഷം ആദ്യമായിട്ട് എന്റെ ഭാര്യ അടിച്ചത്, എന്റെ പ്രിയപ്പെട്ട ഭാര്യ ഞാൻ അടിച്ചത് എന്റെ പൊന്നുമകനെ ഖുർആൻ പഠിക്കാൻ കൊണ്ടുവിട്ടതിന്റെ പേരിലാണ്. ആ ചെറുപ്പക്കാരൻ പറയുകയാ, ഉസ്താദേ, എനിക്ക് ദേഷ്യം വരികയാ, ഒരുപാട് ഞാൻ ഉപദ്രവിക്കുകയാണ്. തല പിടിച്ചിട്ട് മുടിയിൽ കൊത്തിപ്പിടിച്ച് ഭിത്തിയിലിടിക്കുകയാണ്. മൂക്കിലൂടെയും വായിലൂടെയും ബ്ലഡ് വരുന്നത് കണ്ടിട്ട് പോലും ഞാൻ പീഡനം നിർത്തിയില്ല. ഒരാഴ്ചയോളം എന്റെ പ്രിയപ്പെട്ട ഭാര്യ ഞാൻ അതാ പീഡിപ്പിക്കുകയാണ്. എന്ന് ഞാൻ അവളെ അടിക്കുകയാ. എന്റെ പൊന്നുമകനെ കൊണ്ട് നിർത്തിയ സ്ഥാപനത്തിന്റെ പേര് പറയുന്നില്ല. അവസാനം എന്റെ ഉപദ്രവം സഹിക്കാൻ കഴിയാതെ എന്റെ പ്രിയപ്പെട്ട ഭാര്യതാ എന്റെ പൊന്നുമകനെ കൊണ്ടുവിട്ട സ്ഥാപനം പറയുകയാണ്. വണ്ടിക്കകത്തേക്ക് മുടിയിൽ പിടിച്ച് ചവിട്ടി, അടിനാവിക്ക് ചവിട്ടി വണ്ടിക്കകത്തേക്ക് എന്റെ പ്രിയപ്പെട്ട ഭാര്യയെ വലിച്ചു കയറ്റിയിട്ട് ഞാനതാ പൊന്നുമകൻ പഠിക്കുന്ന സ്ഥാപനത്തിന്റെ മുന്നിലെത്തുകയാണ്. അവസാനമുണ്ടല്ലോ, എന്റെ പൊന്നുമകന്റെ കൈ പിടിച്ചിട്ട് വലിച്ചുകൊണ്ട് സ്ഥാപനത്തിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ ആ പൊന്നുമകൻ പറയുന്നു, ഉപ്പാ, എന്നെ കൊണ്ടുപോകല്ലേ, ഖുർആൻ പഠിക്കണമെന്ന് വല്ലാത്ത ആഗ്രഹമുണ്ട് ഉപ്പാ. ഉമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ്, ഉമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമാ. അതുകൊണ്ട് ഖുർആൻ പഠിക്കണമെന്ന് എന്നെ ഉമ്മ കൊണ്ടുവിട്ടതാ. എന്നെ കൊണ്ടുപോകല്ലേ എന്ന് കരഞ്ഞുകൊണ്ട് 12 വയസ്സുള്ള ആ പൊന്നുമകന് വാപ്പായുടെ മുന്നിൽ കിടന്ന് കരയുമ്പോൾ ആ ചെറുപ്പക്കാരൻ ചോദിച്ചു, മോരേ, എന്തേടാ നിന്റെ ഉമ്മ ചാവാൻ പോവുകയാടോ? എന്തേ നിന്റെ ഉമ്മ മരിക്കാൻ പോവുകയാടോ എന്ന് തന്റെ പൊന്നുമകനോട് ചോദിക്കുമ്പോ ആ 12 വയസ്സുള്ള ഇർഫാൻ എന്ന പൊന്നുമകൻ പറയുകയാണ്, വാപ്പാ, ഇന്ന് വരെ വാപ്പയോട് പറയാത്ത ഒരു സത്യമുണ്ട്, ഇന്ന് വരെ ഉപ്പയോട് പറയാത്ത ഒരു സത്യമുണ്ട്. ഉമ്മയ്ക്ക് ബ്ലഡ് ക്യാൻസറാണ്, ഉമ്മയ്ക്ക് ഇനി അധികം കാലം ജീവിക്കാൻ കഴിയില്ല. ഡോക്ടർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടുപ്പാ. ഉമ്മയുടെ മയ്യത്ത് ഒരു ഹാഫിദ് നമസ്കരിക്കണമെന്ന് ഉമ്മാന് വല്ലാത്ത ആഗ്രഹമുണ്ടുപ്പാ. അതുകൊണ്ടാണ് എന്നെ മദ്രസയിൽ കൊണ്ടുവിട്ടത്. എന്റെ ഉമ്മാന്റെ മയ്യത്ത് ഞാൻ നമസ്കരിക്കണം, ഹാഫിദാകണം, എനിക്ക് വല്ലാത്ത ആഗ്രഹമാ. എന്നെ കൊണ്ടുപോകല്ലേ എന്ന് തന്റെ പൊന്നുമകന് കാലിൽ പിടിച്ച് കരയുന്നത് കണ്ടപ്പോൾ ആ പ്രിയപ്പെട്ട സഹോദരന്റെ മനസ്സലിയുകയാ. തന്റെ പൊന്നുമോനെ പഠിക്കാൻ വിട്ടിട്ട് മടങ്ങി വരികയാണ്. തന്റെ ഭാര്യ ക്യാൻസർ പിടിച്ചിട്ട് 3.5 വർഷമായി. തന്റെ ഭർത്താവിനോട് പറഞ്ഞിട്ടില്ല. തന്റെ മൂത്ത മകനെ വിളിച്ചിട്ടടാ, എന്റെ മയ്യത്ത് നമസ്കരിക്കാൻ ഒരു ഹാഫിദ് വേണം മോനെ. നിന്റെ ഉപ്പാന് ഖുർആൻ ഓതാൻ അറിയില്ലടാ, എനിക്ക് ഖുർആൻ ഓതാൻ അറിയില്ലടാ. എന്റെ മയ്യത്ത് നിസ്കരിക്കാൻ നീ ഹാഫിദാകണമെന്ന് പറഞ്ഞ മകനെ പഠിക്കാൻ വിടുകയാണ്. തന്റെ ജ്യേഷ്ഠൻ വീട്ടിലേക്ക് വരുന്നത് കാണുമ്പോൾ അനിയനും പഠിക്കാനുള്ള മോഹമുണ്ടാവുക.
ഉണ്ടാവുകയാണ്. രണ്ടാമത്തെ മകനെയും ഖുർആൻ പഠിപ്പിക്കാൻ വിടുകയാണ്. അവസാനം എന്റെ പ്രിയപ്പെട്ടവരെ, ആ ചെറുപ്പക്കാരൻ പറയുന്നു, ഉസ്താദ് എന്റെ ഭാര്യ മരിച്ചിട്ട് 7 ദിവസമേ ആയുള്ളൂ, എന്റെ പ്രിയപ്പെട്ടവള് മരിച്ചിട്ട് 7 ദിവസമേ ആയുള്ളൂ. ഇന്ന് ജുമാ കഴിഞ്ഞ് പള്ളിയുടെ വെളിയിലേക്ക് ഇറങ്ങുമ്പോ എന്റെ ഈ 2 മക്കളുണ്ടല്ലോ, എന്റെ കൈ പിടിച്ചുകൊണ്ട് ഉമ്മയുടെ ഖബറിനടുക്കലേക്ക് പോവുകയാണ്. ഉമ്മയുടെ ഖബറിനടുക്കലേക്ക് 2 മക്കളും കൂടെ വാപ്പാന്റെ കൈ പിടിച്ചു കൊണ്ടുപോയിട്ട് ഉമ്മയുടെ ഖബറിന്റെ ഭാഗത്ത് നിന്ന് ഖത്തം തീർക്കുകയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ 7 ദിവസം കൊണ്ട് ആ ഹാഫിലായ 13 വയസ്സുള്ള പൊന്നുമോനുണ്ടല്ലോ, ഉമ്മയുടെ ഖബറിലേക്ക് 4 ഖത്തമാ ഓതി തീർത്തത്. രണ്ടാമത്തെ 9.5 വയസ്സുള്ള മോനുണ്ടല്ലോ, അവന് 10 ജുസുവാ കാണാതെ പഠിച്ചത്. തന്റെ ഉമ്മയ്ക്ക് വേണ്ടി 7 ദിവസം കൊണ്ട് 1 ഖത്തമാ ഓതി തീർത്തത്. എന്നിട്ടും ഉമ്മാന്റെ ഖബറിന്റെ മുന്നിൽ നിന്ന് അല്ലാഹുവേ എന്റെ ഉമ്മയ്ക്ക് പുറത്തു കൊടുക്കണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നത് കാണുമ്പോൾ, ഉസ്താദേ എനിക്കും അങ്ങ് മരിച്ചാ മതി ഉസ്താദ്, എനിക്ക് ഖുർആൻ ഓതാൻ അറിയില്ലല്ലോ, എന്റെ മയ്യത്തി ഹാഫിലായ മക്കള് നമസ്കരിക്കുമല്ലോ, എന്റെ ഖബറിന്റെ ഭാഗത്തും ഈ മക്കള് വന്ന് ദുആ ചെയ്യുമല്ലോ. അവസാനം ഇറങ്ങി പോകുമ്പോ 9.5 വയസ്സുള്ള സുഫിയാൻ എന്ന് പറയുന്ന ആ ചെറിയ പയ്യനുണ്ടല്ലോ, അവൻ ഞങ്ങളുടെ കൈ പിടിച്ചിട്ട് ഉസ്താദേ ദുആ ചെയ്യണേ. ബാക്കവി ചോദിച്ചു, മോനെ തമാശയ്ക്ക് പുഞ്ചിരിക്കുന്നോടെ എന്താണടാ നിന്റെ ആഗ്രഹമെന്ന് സമാധാനിപ്പിക്കാൻ ചോദിക്കുമ്പോ ആ 9.5 വയസ്സുള്ള മകൻ പറഞ്ഞ വാക്കാട് എന്റെ മുന്നിലിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് എനിക്ക് പറയാറുള്ളത്. ആ പ്രിയപ്പെട്ട മോൻ പറയുന്നു, ഉസ്താദ് എന്റെ ഉപ്പാന് ഖുർആൻ ഓതാൻ അറിയില്ല, എന്റെ ഉപ്പയ്ക്ക് നല്ലതുപോലെ നമസ്കരിക്കാൻ അറിയില്ല, എന്റെ ഉപ്പാന്റെ മയ്യത്ത് പള്ളിക്കകത്ത് കൊണ്ടുവെക്കുമ്പോൾ എന്റെ ഉമ്മയുടെ മയ്യത്ത് നമസ്കരിച്ചത് കാക്കയാണ്, അവനൊരു ഹാഫിലാണ്, എന്റെ വാപ്പാന്റെ മയ്യത്ത് ഞാനാ നിസ്കരിക്കേണ്ടത്, എന്റെ വാപ്പാന്റെ മയ്യത്ത് ഞാനാ നിസ്കരിക്കേണ്ടത്, ഞാനൊരു ഹാഫിളാകണമെന്ന് ആഗ്രഹിക്കുന്നു ഉസ്താദ്. ഉമ്മ മരിച്ചത് കൊണ്ട് എനിക്ക് ദറസിൽ നിന്ന് പഠിക്കാൻ കഴിയുന്നില്ല, എപ്പോഴും ഉമ്മാന്റെ ഓർമ്മയാ, എനിക്ക് വീട്ടിലേക്ക് വരണമെന്ന് തോന്നുകയാണ്. അതുകൊണ്ട് ഉസ്താദ് ഞാനൊന്ന് എളുപ്പത്തിൽ ഹാഫിളാകാൻ ദുആ ചെയ്യണേ എന്ന് 9.5 വയസ്സുള്ള ഒരു ചെറിയ പയ്യന് കയ്യിൽ തൂങ്ങി കിടന്നുകൊണ്ട് ദുആ ചെയ്യണേ എന്ന് പറയുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ കണ്ണ് നിറഞ്ഞു പോവുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, വെക്കേഷന്റെ സമയം തീരാറായി ഉപ്പാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ പടച്ചവൻ നിനക്ക് 4-5 മക്കളെ തന്നിട്ടില്ലേ, ഒരുത്തനെയെങ്കിലും ഖുർആൻ പഠിപ്പിക്കണേ, ഒരുത്തനെയെങ്കിലും ഹാഫിളാക്കണേ.